السلام عليكم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن محمدًا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحاب سيدنا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الذين آمنوا وعملوا الصالحات سيجعل لهم الرحمن ودا. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. ആദരണീയരായ ഖുറത്ത് സാദാത്ത് സയ്യിദ് അവറുകൾ, മറ്റ് സാദാത്തുക്കൾ, ഉലമാക്കൾ, ഉമറാക്കൾ, മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ, പ്രിയപ്പെട്ട യുവാക്കൾ, വിദ്യാർത്ഥികൾ, സുഹൃത്തുക്കൾ, അല്ലാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ഇവിടെ മറവ് ചെയ്യപ്പെട്ട മഹൽ വ്യക്തിത്വത്തിൻ്റെ അനുസ്മരണം എന്ന നിലക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ഉറൂസ് പരിപാടിയിലാണ് നാം സംഗമിച്ചിട്ടുള്ളത്. മഹാനായ മർഹൂം താജുൽ ഉലമാ ഖദ്ദസല്ലാഹു സിർറുൽ അസീസ് മഹാനവറുകളുള്ള കാലത്ത് എത്രയോ പ്രാവശ്യം ഈ വേദിയിൽ നിങ്ങളുടെ ക്ഷണപ്രകാരം വിനീതനായ ഞാൻ പങ്കെടുക്കുകയും സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ശേഷം ബഹുമാനപ്പെട്ട ഖുറത്ത് അവറുകളുടെ നേതൃത്വത്തിലും പലപ്പോഴും പങ്കെടുക്കുകയും സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ഒരു സാഹചര്യം വളരെ ചൂടുള്ള ഒരു സാഹചര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ആവശ്യമായ മഴയും വെള്ളവും എല്ലാം നൽകുമാറാകട്ടെ. കടുത്ത ചൂടുള്ള സമയത്ത് ബാങ്ക് വിളിക്കുമ്പോൾ ഹയ്യ അല സ്വലാഹ്, നിസ്കരിക്കാൻ വരൂ എന്നർത്ഥം വരുന്ന വാചകം പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ ബാങ്ക് കൊടുക്കുന്ന ആളോട് അസ്സലാത്തു ഫിർ റഹീൽ, അവരവരുടെ ഇടങ്ങളിൽ വെച്ച് നിസ്കരിക്കാം എന്ന് പറയാൻ നിർദ്ദേശിച്ചതായി ഹദീസിൽ നമുക്ക് കാണാം. കടുത്ത ചൂട് താങ്ങുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. എന്നാൽ ഇന്നത്തെ കാലത്ത് ചൂട് അനുഭവിക്കാതിരിക്കാൻ ധാരാളം ആധുനിക സംവിധാനങ്ങൾ അല്ലാഹു തആല തന്നിട്ടുണ്ട്. പഴയ കാലം പോലെ അല്ല. എന്നാലും ഇത്തരത്തിലുള്ള സദസ്സുകൾ ഈ നട്ടുച്ച വെയിലത്ത് സംഘടിപ്പിക്കുമ്പോൾ എല്ലാവരും ഒരു മിനിറ്റ് മുമ്പ് കഴിഞ്ഞു കിട്ടിയാൽ മതി എന്ന് ചിന്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് ഞാൻ മനസ്സിലാക്കി. അതിനാൽ നീട്ടി സംസാരിക്കുന്നില്ല. ബർക്കത്തിന് വേണ്ടി മാത്രം സംസാരിച്ച് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും. നമ്മളെല്ലാവരും മുസ്ലിമീങ്ങളാണ്. ഇസ്ലാം എന്ന് പറയുന്നത് സൗഹൃദത്തിൻ്റെയും സമാധാനത്തിൻ്റെയും
മതമാണ്. ആരെയും ആക്രമിക്കാൻ ഇസ്ലാം നിർദ്ദേശിച്ചിട്ടില്ല. ആരെയും ആക്രമിക്കാൻ പാടില്ല. അക്രമകാരികളായ ആളുകൾ വല്ലപ്പോഴും അക്രമം പ്രവർത്തിച്ചാൽ ആ ആക്രമിച്ചവർക്ക് എപ്പോഴെങ്കിലും ഒരിക്കൽ ആ അക്രമത്തിൻ്റെ അനുഭവമുണ്ടാകുമെന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഇമാം ശാഫിഈ റളിയല്ലാഹു തആല അൻഹു തങ്ങൾ ഒരുപാട് വിഷയങ്ങളെ സംബന്ധിച്ച് സംസാരിച്ച കൂട്ടത്തിൽ മഹാനവറുകൾ ചൊല്ലിയ ഒരു പദ്യം നമുക്ക് കാണാൻ കഴിയും. ബലൗതു ബനി ദുനിയ ഫലം അറ ഫീഹിമു സിവാ മൻ ഗദാ വൽ ബഖ്ലു മിൽഉ ഇഹാബിഹി ഫജറത്തു മിൻ ഗമദിൽ ഖനാഅതി സാരിമാ قطعت رجائي منهم بذبابه فلا ذا يراني واقفا في طريقه ولا ذا يراني قاعدا عند بابه. മഹാനവറുകൾ പറഞ്ഞത്, ഞാൻ ദുനിയാവിൻ്റെ ആൾക്കാരെ പരീക്ഷിച്ചു. അവർ രാവിലെയും അവരിറങ്ങിപ്പോകുമ്പോഴും ജീവിക്കുമ്പോഴും അവരിൽ പലരുടെയും സഞ്ചി നിറയെ ലുബ്ധതയാണ്, ബുഖ്ലാണ്. വേറൊരാൾക്ക് എന്തെങ്കിലും കൊടുക്കുന്നതിനോട് താല്പര്യം കുറവാണ്. അതിനാൽ ഞാൻ എൻ്റെ ഉള്ളതുകൊണ്ട് മതിയാക്കുക എന്ന ആ ഒരു ഉറയിൽ നിന്ന് കിട്ടിയത് കൊണ്ട് മതിയാക്കുക എന്ന ആ ഉറയിൽ നിന്ന് ഞാൻ വാള് ഊരിയെടുക്കുന്നത് പോലെ ഞാൻ അല്ലാഹു എനിക്ക് തന്നത് മതി, കൂടുതൽ വേണമെന്നില്ല എന്ന ഒരാശയത്തെ ഞാൻ ഊരിയെടുത്തു. അങ്ങനെ ഞാൻ ജനങ്ങളിൽ നിന്ന് വല്ലതും കിട്ടണം എന്ന ആശയം എൻ്റെ മനസ്സിൽ നിന്ന് ഞാൻ മുറിച്ചു കളഞ്ഞു. فلا ذا يراني واقفا في طريقه ولا ذا يراني قاعدا عند بابه. അതുകൊണ്ട് ആരെങ്കിലും പോകുന്ന വഴിക്ക് കാത്തിരുന്നിട്ട് നിന്നിട്ട് എനിക്കെന്തെങ്കിലും കിട്ടണമെന്ന നിലക്ക് വേറൊരാൾ പോകുന്ന വഴിക്ക് നിൽക്കുന്ന രൂപത്തിലോ അല്ലെങ്കിൽ അവൻ്റെ ഗേറ്റിൻ്റെ അടുക്കൽ പോയി ഇരിക്കുന്ന രൂപത്തിലോ എന്നെ കാണാൻ കഴിയില്ല. ഞാൻ അല്ലാഹു തന്നത് മതി എന്ന ആശയം മുറുകെ പിടിച്ചു പോവുകയാണ്. വനിയുൻ ബിലാ മാലിൻ അനിന്നാസി കുല്ലിഹിം വലൈസൽ ഗിനാ ഇല്ലാ അനിശൈലാ ബിഹി. ധനം സമ്പത്ത് ഇല്ലാതെ തന്നെ ഐശ്വര്യക്കാരനാണ്. എല്ലാ ജനങ്ങളിൽ നിന്നും ഞാൻ ഐശ്വര്യമുള്ളവനാണ്, കാരണം എനിക്കുള്ളത് മതി എന്ന് തീരുമാനിച്ചു. വലൈസൽ ഗിനാ, ഐശ്വര്യം എന്ന് പറയുന്നത് ഇല്ലാ അനിശൈലാ ബിഹി, സംഗതി എന്തെങ്കിലും കിട്ടിയത് കൊണ്ട് ഐശ്വര്യം ഉണ്ടാവില്ല. അതുകൊണ്ടാണല്ലോ എത്രയോ ഉള്ള ആളുകൾക്ക് അവർക്ക് ഐശ്വര്യം ഉണ്ടെന്നുള്ള ബോധം തന്നെ ഇല്ല. അവർ പിന്നെ ഇങ്ങനെ കഠിനാധ്വാനം ചെയ്ത് പിന്നെയും ഉണ്ടാക്കി തന്നെയാണ്, എത്ര കിട്ടിയിട്ടും മതിയാകുന്നില്ല. അതേസമയത്ത് അത്ര മതി എന്ന് വെച്ചാലോ അവന് നല്ല ഐശ്വര്യമായി. ഇത് പറഞ്ഞതിന് ശേഷം ഇമാം ശാഫിഈ റളിയല്ലാഹു പറയാൻ, ഇദാ മാ ളാലിമുൻ യസ്തഹ്സിനു ളുൽമ മദ്ഹബ വലജാഉ തുവൻ ഫീ ഖബീഹി ഇക്തിസാബിഹി. ഏതെങ്കിലും അക്രമിയായ ഒരു മനുഷ്യൻ അവൻ അക്രമം ചെയ്യുക എന്നത് അവൻ്റെ ആശയമായി സ്വീകരിച്ചാൽ, അക്രമിക്കൽ തന്നെയാണ് അവൻ്റെ ആശയം. അങ്ങനെ അവൻ മോശമായ പ്രവർത്തനങ്ങളിൽ മുഴുകി ഇറങ്ങുകയാണ്. അങ്ങനെ വന്നാൽ ഫകിൽഹു ഇലാ സർഫിൽ ലയാലി ഫഇന്നഹാ സതുബ്ദി ലഹു മാ ലം യകുൻ ഫീ ഹിസാബിഹി. ആ അക്രമി വിചാരിക്കാത്ത കാര്യങ്ങൾ അക്രമിക്ക് കാലം കൊടുക്കുക തന്നെ ചെയ്യും. ഫകം ഖദ് റഅയ്നാ ളാലിമൻ മുതമരിദ
يرى النجم تيها تحت ظل ركابه فعما قليل وهو في غفلاته أناخت صرف الحادثات ببابه. ഞാൻ എന്തക്രമം ചെയ്താലും എന്നെ ആർക്കൊന്നും ചെയ്യാൻ കഴിയില്ല, എനിക്കെന്തും ചെയ്യാൻ പറ്റും. ആ രൂപത്തിൽ അക്രമപ്രവർത്തനവുമായി പോകുന്നവൻ അവന്റെ കീഴിലാണെല്ലാം എന്ന് ചിന്തിച്ചാൽ തന്നെ കുറഞ്ഞ കാലത്തിനിടയിൽ അവൻ അവൻ്റെതായ ആ ശ്രദ്ധക്കുറവ്, ചിന്തിക്കാതെ പോകുന്നതിനിടയിൽ ഈ ലോകത്തുണ്ടാകുന്ന മുസീബത്തുകൾ, സംഭവങ്ങൾ അത് അവനെ തളർത്തിയിടും. فأصبح لا مال ولا جاه يرتجى ولا حسنات تلتقى في كتابه. അങ്ങനെ പണത്തിന്റെ പേരിലോ അധികാരത്തിന്റെ പേരിലോ അഹങ്കാരം കാണിച്ച് അക്രമം ചെയ്യുന്നവനായാൽ അവൻ ഒരു പ്രതീക്ഷയുമില്ലാതെ, ഒരു നന്മയും ലഭിക്കാതെ അവൻ വീണ് കിടക്കുന്നതായി കാണാൻ സാധിക്കും. وجزي بالأمر الذي كان فاعلا وصب عليه الله صوت عذابه. അവനവൻ ചെയ്ത അക്രമ പ്രവർത്തനങ്ങൾ, അതിൻ്റെ പേരിൽ അവന് പ്രതിഫലം നൽകപ്പെടും, ശിക്ഷ നൽകപ്പെടും. അവൻ അള്ളാഹുവിൻ്റെ കഠിനമായ ശിക്ഷ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയെന്ന് വരും. അപ്പൊ അക്രമം എന്നത് ആരും, അക്രമിക്കുന്നവൻ ആരായിരുന്നാൽ അവനൊരിക്കലും വിജയം പ്രതീക്ഷിക്കേണ്ടവനല്ല, അവൻ എപ്പോഴും പ്രശ്നം പ്രതീക്ഷിക്കേണ്ടവനാണ്. അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും ഒരക്രമവും ചെയ്യാതെ ആരെയും, മുസ്ലിങ്ങളാകട്ടെ അമുസ്ലിങ്ങളാകട്ടെ, കുടുംബത്തിൽപ്പെട്ടവരാകട്ടെ അകന്നവരാകട്ടെ, അയൽവാസിയാകട്ടെ, ചെറിയവരാകട്ടെ വലിയവരാകട്ടെ, പണക്കാരാകട്ടെ പാവപ്പെട്ടവരാകട്ടെ, ഒരാളെയും അക്രമം ചെയ്യാൻ പാടില്ല. എന്നല്ല, ഒരു ജീവിയെയും ആക്രമിക്കാൻ പാടില്ല. പൂച്ചയെ പിടിച്ച് കെട്ടിയിട്ടതിൻ്റെ പേരിൽ, ഭക്ഷണം കൊടുക്കാതെ വെള്ളം കൊടുക്കാതെ ശല്യം ചെയ്തതിൻ്റെ പേരിൽ ഒരു സ്ത്രീ നരകത്തിൽ കടന്നു എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതേസമയം നായക്ക് വെള്ളം കൊടുത്തത് കൊണ്ട് ഒരാളെ അള്ളാഹു രക്ഷപ്പെടുത്തി എന്നതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ അക്രമകാരികളാകരുത്, ആരെയും ദ്രോഹിക്കരുത്, എല്ലാവർക്കും നന്മ ചെയ്യുന്നവരായി നമുക്ക് ജീവിക്കാൻ സാധിക്കണം. ഞാൻ ഇന്ന് രാവിലെ റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുമ്പോൾ വണ്ടിയിൽ എല്ലാ ട്രെയിനും, തെക്ക് ഭാഗത്ത് നിന്ന് വരുന്ന എല്ലാ ട്രെയിനുകളും ഇന്ന് 2-3 മണിക്കൂർ ലേറ്റാണ്. അവിടെ അങ്ങനെ നിൽക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ വന്നു. അദ്ദേഹം എൻ്റെ പരിചയക്കാരനാണ്. അദ്ദേഹം വീട്ടിൽ പോയി ചായ കുടിക്കാനൊക്കെ ക്ഷണിച്ചു. അള്ളാഹു അദ്ദേഹത്തിനും കുടുംബത്തിനൊക്കെ ബർക്കത്ത് ചെയ്യട്ടെ. ആ സമയത്ത് അവൻ എനിക്ക് ഒരു ഫോണ് തുറന്നിട്ട് വാട്സപ്പിൽ ഒരു ഫോട്ടോ കാണിച്ചു. അതെൻ്റെ മനസ്സിൽ നിന്ന് പോകുന്നില്ല. എന്താണ്? സ്വന്തം അച്ഛനെ, അദ്ദേഹം മുസ്ലിമല്ല, സ്വന്തം അച്ഛനെ മകൻ വന്ന് ഇടിക്കുകയാണ്, കഠിനമായ വിധത്തിൽ ഇടിക്കുകയാണ്. ആ പാവം മനുഷ്യൻ ഒരു ബെഞ്ചിന്റെ മേലെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴാണ് നല്ല ആരോഗ്യമുള്ള ചെറുപ്പക്കാരനായ മകൻ വന്ന് അദ്ദേഹത്തെ തിരിച്ചും മറിച്ചും തലക്കും നെഞ്ഞിനുമൊക്കെ ഇടിക്കുകയാണ്. കുറേ ഇടിച്ച് അവന് മതിയായപ്പോ അവനങ്ങോട്ട് പോയപ്പോൾ അയാൾ ചെരിഞ്ഞങ്ങ് വീണുപോയി. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ഒരു സ്ത്രീയും വേറൊരാളും വന്ന് അദ്ദേഹത്തെ മെല്ലെ പിടിച്ച് നേരെ ആക്കി ഇരുത്തി. അപ്പോഴേക്ക് അയാളുടെ മൂക്കിൽ നിന്നും വായിൽ നിന്നൊക്കെ ചോരങ്ങനെ ഒലിക്കുകയാണ്. അത് അവരിങ്ങനെ തുറക്കുക ചെയ്യുന്നുണ്ട്. തുടച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ചെറുപ്പക്കാരൻ വീണ്ടും വരികയാണ് അദ്ദേഹത്തെ ആക്രമിക്കാൻ വേണ്ടി. അങ്ങനെ വന്നിട്ട് അദ്ദേഹത്തെ ആക്രമിക്കാൻ നോക്കുമ്പോൾ ഒരാൾ പിടിച്ചു മാറ്റുകയാണ്. അദ്ദേഹം പിന്നെയും അങ്ങോട്ട് പോയി. കുറച്ച് കഴിഞ്ഞിട്ട് അദ്ദേഹം വന്ന് അത് ആ ഇരിക്കുന്ന പാവം പ്രായമുള്ള മനുഷ്യനെ കാലുകൊണ്ട് കടുത്ത ശക്തിയായി ചവിട്ടാൻ നോക്കുന്നു. കുറച്ച് കഴിഞ്ഞപ്പോ ഈ കാണിച്ചു തന്ന ആള് തന്നെ എന്നോട് പറഞ്ഞു, അദ്ദേഹം മരണപ്പെട്ടു പോയി, അദ്ദേഹം മരിച്ചുപോയി. മരിച്ചതിന് ശേഷം ഇങ്ങനെ ആക്രമിച്ച് കൊന്നതാണ് എന്ന് CCTV-യിൽ നോക്കി കണ്ടെത്തിയതാണ് എന്ന് പറഞ്ഞു. ഞാനിങ്ങനെ ആലോചിക്കുകയാണ്, ആരാണ് ഈ പ്രവൃത്തി ചെയ്തത്? ഒരു മകനാണ്. ഈ മകൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും ഒരച്ഛൻ, ഒരു ബാപ്പ ഒരു മകനെ വളർത്തിയെടുക്കുന്നത് എങ്ങനെയായിരിക്കും? നമ്മൾ കാണുന്നതല്ലേ ചെറിയ പിഞ്ചു മക്കളെ ബാപ്പമാരെടുത്ത് ചുംബിക്കുന്നതും, ഉമ്മമാര് എടുത്ത് വൃത്തിയാക്കുന്നതും, ഉമ്മമാര് മുല കൊടുക്കുന്നതും,
ബാപ്പ ആ മക്കളെ വളർത്തിയെടുക്കാൻ വേണ്ടി എത്രയോ കടുത്ത ചൂടിലും തണുപ്പിലുമൊക്കെ അധ്വാനിക്കുന്നതും പ്രയാസപ്പെടുന്നതും, എന്നിട്ട് ആ ചെറിയ മക്കളോടുള്ള അങ്ങേയറ്റത്തെ വാത്സല്യം കൊണ്ട് എടുത്ത് മടിയിൽ വെക്കുകയും അതുപോലെ ചുംബിക്കുകയും എടുത്ത് മണക്കുകയൊക്കെ ചെയ്ത് അങ്ങനെ വളർത്തിയെടുത്ത ഒരു ചെറുപ്പക്കാരനല്ലേ സ്വന്തം അച്ഛനെ ഈ രൂപത്തിൽ ഇടിച്ച് പൊടിച്ച് കൊന്നുകളഞ്ഞത്? എനിക്ക് വല്ലാത്ത സങ്കടം വരുമ്പോഴൊക്കെ എൻ്റെ മനസ്സിലത് തന്നെ. കാരണം മുസ്ലിമാണെങ്കിലും അമുസ്ലിമാണെങ്കിലും ആരാണെങ്കിലും മനുഷ്യന്മാരോട് ഒരു കൃപയും ഒരു ദയയും ഇല്ലാത്തവൻ പിന്നെ മനുഷ്യനാണോ? ഓ സുഹൃത്തുക്കളെ, നമ്മളെപ്പോഴും ഒരക്രമത്തിനും കൂട്ടുനിൽക്കാത്തവരും ഒരക്രമവും ജീവിതത്തിൽ ചെയ്യാത്തവരുമായിരിക്കും. സ്വന്തം ബാപ്പയോടും ഉമ്മയോടും അക്രമിക്കാതിരുന്നാൽ മാത്രം പോരാ. പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് നമുക്കറിയാമല്ലോ, വഖളാ റബ്ബുക അല്ലാ തഅബ്ദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാനാ. മാതാപിതാക്കളോട് വളരെ നല്ല നിലക്ക് പെരുമാറണം. ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബറ അഹദുഹുമാ ഔ കിലാഹുമാ ഫലാ തഖുൽ ലഹുമാ ഉഫ്ഫിൻ വലാ തൻഹറുഹുമാ വഖുൽ ലഹുമാ ഖൗലൻ കരീമാ. അവരെ കൈകൊണ്ടോ കാലുകൊണ്ടോ അവയവങ്ങൾ കൊണ്ടോ ശരീരം കൊണ്ടോ ആയുധം കൊണ്ടോ ആക്രമിക്കരുതെന്ന് മാത്രമല്ലല്ലോ, അവർക്ക് പ്രായമാകുമ്പോൾ ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബറ അഹദുഹുമാ ഔ കിലാഹുമാ ഫലാ തഖുൽ ലഹുമാ ഉഫ്ഫിൻ. അവരുടെ മനസ്സിന് വിഷമമുണ്ടാകുന്ന ഒരക്ഷരം പറയാൻ തന്നെ പാടില്ല. കൈകൊണ്ടും കാലുകൊണ്ടുമുള്ള അക്രമം പിന്നെയല്ലേ, നാവുകൊണ്ടവരെ മനസ്സിന് വിഷമം തോന്നുന്ന ഒരൊറ്റ അക്ഷരം ഉരിയാടിപ്പോകാൻ പാടില്ല. ഫലാ തഖുൽ ലഹുമാ ഉഫ്ഫിൻ വലാ തൻഹറുഹുമാ. അവരെ വിരട്ടുന്ന അവരെ പേടിപ്പിക്കുന്ന ശൈലിയിൽ സംസാരിക്കാൻ പാടില്ല. വലാ തൻഹറുഹുമാ. ആദരവോടെ അവരെ സ്വീകരിക്കണം. ആദരവോടെ ബഹുമാനത്തോടെ അവരെ അംഗീകരിക്കണം. വഖുൽ ലഹുമാ ഖൗലൻ കരീമാ. അവരോട് സംസാരിക്കുമ്പോൾ വളരെ മാന്യമായി വളരെ വിനയപൂർവ്വം സംസാരിക്കണം. ബാപ്പ ഉമ്മ എന്ന് പറഞ്ഞാൽ, അച്ഛൻ അമ്മ എന്ന് പറഞ്ഞാൽ അത് കളിക്കാനുള്ളതല്ല. അവരോട് അങ്ങേയറ്റത്ത് താഴ്മയോടെ സംസാരിക്കണം. അവരോടുള്ള ഒരു കാരുണ്യം, അതിൻ്റെ പേരിൽ ചിറക് വിരിച്ചു കൊടുക്കണമെന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ അവർക്ക് വേണമെങ്കിൽ നമ്മുടെ പുറത്ത് കയറിയിരിക്കാൻ പോലും, അവരെ കാലെടുത്ത് ചവിട്ടിയിട്ട് നമ്മുടെ ചുമലിൽ കയറാൻ പോലും നമ്മൾ സന്നദ്ധമായി നിന്നു കൊടുക്കുന്ന വിധത്തിൽ അവരോട് താഴ്മയോടെ പെരുമാറണം. അവർക്ക് വേണ്ടിയുള്ളതായിരിക്കണം നമ്മുടെ ജീവിതം. വഖ്ഫിദ് ലഹുമാ ജനാഹദ്ദുല്ലി മിനർ റഹ്മ. അത് മാത്രം പോരാ, വഖുർ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. ആ മാതാപിതാക്കൾക്ക് അല്ലാഹു കാരുണ്യം ചെയ്യാൻ വേണ്ടി പടച്ചവനോട് പ്രാർത്ഥിക്കണം, ദുആ ചെയ്യണം. അപ്പൊ നമ്മുടെ മാതാപിതാക്കളോട് വലിയ വിനയത്തോടെ പെരുമാറേണ്ടവരാണ്. അവരുടെ ജീവിതകാലത്തും അവരുടെ മരണത്തിന് ശേഷവും അവരോടുള്ള ബഹുമാനാദരവുകൾ പ്രകടിപ്പിക്കണം. അൽഹംദുലില്ലാഹ്, അഹ്ലുസുന്നത്തി വൽ ജമാഅ അവരെപ്പോഴും ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കുന്ന ആശയക്കാരാണ്. അത് സുന്നത്ത് ജമാഅത്തിന്റെ ഒരു വലിയ ഒരു ആശയമാണ്. ഒരിക്കലും ആദരിക്കേണ്ടവരെ നിന്ദിക്കുക എന്നത് സുന്നത്ത് ജമാഅത്തിൽ ഉണ്ടാവുകയില്ല. അപ്പൊ ബാപ്പ മരിച്ചാൽ അവരോടുള്ള സ്നേഹവും ബഹുമാനവും പ്രകടിപ്പിക്കുന്നു. അതിന്റെ പേരിൽ അവരുടെ പേരിൽ യാസീൻ ഓതുന്നു, അവരുടെ പേരിൽ ഫാത്തിഹ ഓതുന്നു, ഖുർആൻ ഓതുന്നു, ഖതം തീർക്കുന്നു, അവരുടെ പേരിൽ ധർമ്മം ചെയ്യുന്നു, അവർക്ക് വേണ്ടി പടച്ചറബിനോട് ദുആ ചെയ്യുന്നു, അവരുടെ ഖബർ സിയാറത്തിന് വേണ്ടി അവരെ സന്ദർശിക്കാൻ വേണ്ടി പോകുന്നു. അതേപോലെ
അവരുടെ പേരിൽ പല സൽക്കർമ്മങ്ങളും ചെയ്യുന്നു. അങ്ങനെ അവരോടുള്ള സ്നേഹവും ആദരവും സുന്നത്ത് ജമാഅത്തിൽപ്പെട്ടവർ നിലനിർത്തുന്നു. അതേസമയം സുന്നത്ത് ജമാഅത്തിന്റെ പുറത്തുള്ളവർ അതുകൊണ്ടൊന്നൊരു കാര്യമില്ല എന്ന് പറഞ്ഞ് അവരെ അവഗണിക്കുന്നു. അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് അങ്ങനെയല്ല. എന്നാൽ ഇത് ശാരീരികമായ നിലക്കുള്ള ബാപ്പ ഉമ്മയെ സംബന്ധിച്ചാണ് ഞാനിപ്പോൾ പറഞ്ഞത്. എന്നാൽ ആത്മീയ രംഗത്തുള്ള ചില മാതാപിതാക്കൾ ഉണ്ട്. ആത്മീയ രംഗത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തെ വളർത്തിയെടുത്തവരാണ് നമ്മുടെ ബാപ്പയും ഉമ്മയും ഒക്കെ. എന്നാൽ നമ്മുടെ ആത്മാവിനെ വളർത്തിയെടുക്കുന്നവരാരാണ്? അത് ആത്മീയമായ അറിവുകൾ നമുക്ക് നൽകുന്ന പണ്ഡിതന്മാരാണ്. ആ പണ്ഡിതന്മാരും അതുപോലെ നല്ല വഴികൾ ജീവിച്ച് കാണിച്ചു തരുന്ന മാതൃകാ പുരുഷന്മാർ, അവരാണ് നമ്മുടെ ആത്മീയ പുരോഗതിക്കും ആത്മീയ വളർച്ചയ്ക്കും നിദാനം. അത്തരം ആളുകളോടും സ്നേഹവും ബഹുമാനവും പ്രകടിപ്പിക്കൽ ആവശ്യമാണ്. അതിന്റെ ഭാഗമാണ് ഇത്തരം ഉറൂസ് പരിപാടി. ലോകത്ത് നല്ലവരായി ജീവിച്ച് നല്ലവരായ ജനങ്ങളെ വാർത്തെടുക്കാൻ വേണ്ടി ശ്രമിച്ച മഹാന്മാർ, ആ മഹാന്മാരോടുള്ള സ്നേഹ ബഹുമാനം പ്രകടിപ്പിച്ചുകൊണ്ടാണ് ഈ ഉറൂസ് പരിപാടികൾ നടക്കുന്നത്. അല്ലാഹു തആല നമ്മുടെ എല്ലാ പരിപാടികളും നമുക്ക് വിജയിപ്പിച്ചു തരുമാറാകട്ടെ. നേരത്തെ ഈ കട്ടത്തല ഉറൂസിന് വരുന്ന സമയത്ത് എൻ്റെ താടിയും തലയുമെല്ലാം നല്ല കറുത്ത രോമങ്ങളായിരുന്നു. ഇപ്പോഴതെല്ലാം വെളുത്തുപോയി. അതെ, എന്താണ് അതറിയിക്കുന്നത്? അതറിയിക്കുന്നത് ജീവിതത്തിലുള്ള സന്തോഷകരമായ ആരോഗ്യകരമായ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അതാ ഇടുങ്ങിയ ജീവിതത്തിലേക്ക് പോവുകയാണ് എന്നതാണ് അറിയിക്കുന്നത്. മഹാനായ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പാടി, ഖബത്നാറു നഫ്സി ബിസ്തിഅലി മഫാരിഖി വഅളമ ലൈലി ഇദ് അളാ ശിഹാബുഹാ അയാബൂമൻ ഖദ് അശശത് ഫൗഖ ഹാമതി അല الرغم مني حين فراغ رابها. എൻ്റെ തലയിൽ കുറെ കാക്കകളുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ കാക്ക കറുത്തതാണല്ലോ. എൻ്റെ തലയിൽ കുറെ കറുത്ത രോമങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ അതാ വെളുത്ത പക്ഷി വന്നിരുന്നിട്ടുണ്ട്. വെളുത്ത പക്ഷി വന്നപ്പോൾ കറുത്ത കാക്കകൾ പറന്നുപോയി. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞതിനർത്ഥം അതേ കറുത്ത രോമങ്ങളെല്ലാം പറന്നുപോയി, അത് പോയി. ഇപ്പോഴുള്ളത് വെളുത്ത പക്ഷിയാണ്. എന്നിട്ട് പറയാണ്, റഅയ്തു ഖറാബൽ ഉംരി മിന്നി ഫസുർതനി, റഅയ്ത ഖറാബൽ ഉംരി മിന്നി ഫസുർതനി വമവാക മിൻ കുല്ലി ദിയാരി ഖറാബുഹാ. ഓ നരച്ച രോമമേ, എൻ്റെ കാലത്തിൽ നിന്ന് നല്ല സമയവും നല്ല കാലവുമൊക്കെ അങ്ങ് നീങ്ങി, അതൊക്കെ ഖറാബായി എന്നത് അറിഞ്ഞപ്പോൾ നീ എന്നെ സന്ദർശിക്കാൻ വന്നു. നീ എപ്പോഴും അങ്ങനെ തന്നെയാണ്. അത് വെറും തലയിൽ മാത്രമല്ലല്ലോ, എൻ്റെ മുഖത്ത് നോക്കിയാൽ എൻ്റെ കവിൾത്തടവും വെളുത്തിട്ടുണ്ടല്ലോ രോമങ്ങൾ. അതെ, അതിന് കുറെ ചായം കൊടുത്തതുകൊണ്ട്, ഞാൻ അതിന് കുറെ ചായം കൊടുത്ത് കറുപ്പിച്ചതുകൊണ്ടോ ചുവപ്പിച്ചതുകൊണ്ടോ കാര്യം കിട്ടുന്നില്ലല്ലോ. ഏതൊരു മനുഷ്യന്റെയും നല്ല ഇസ്സത്തുള്ള പ്രായമെന്ന് പറയുന്നത് നരവരുന്നതിന് മുമ്പാണ്, യുവത്വത്തിലാണ്. എൻ്റെ പ്രിയപ്പെട്ട യുവാക്കളെ, അതേ നമുക്ക് ഈ പ്രായമായാൽ അതേ കൂടുതൽ സുന്നത്ത് നിസ്കരിക്കാൻ കഴിയില്ല. ഊരവേദനയാണ്, മുട്ടുവേദനയാണ്, നിൽക്കാൻ കഴിയുന്നില്ല, ഇരിക്കാൻ കഴിയുന്നില്ല, ചിലപ്പോൾ സുജൂദ് ചെയ്യാൻ തന്നെ കഴിയുന്നില്ല. പ്രായമാകുമ്പോൾ അങ്ങനെയാണ്. അതുകൊണ്ട് വേണ്ടതെന്താണ്? യുവത്വത്തിൽ തന്നെ പാരത്രിക ലോകത്തേക്ക് വേണ്ടി ധാരാളം സമ്പാദിക്കാൻ നോക്കണം.
ലാ തസൂലു ഖദമ ബിനി ആദമ ഹത്താ യുസ്അല അൻ ഖംസിൻ. ഏത് മനുഷ്യനെ കുറിച്ചും പടച്ച റബ്ബിന്റെ അടുക്കൽ 5 കാര്യങ്ങളെ സംബന്ധിച്ച് ചോദ്യം ചെയ്യപ്പെടും. അതിലൊന്നാണ് അൻ ഉംരിഹി ഫീമ അഫ്നാ, ആയുസ് എങ്ങനെയാണ് തീർത്തു കളഞ്ഞത് എന്ന് പടച്ചവന്റെ അടുക്കൽ ചോദ്യം വരും. അൻ ശബാബിഹി ഫീമ അബ്ലാ, യുവത്വം എങ്ങനെയാണ് കഴിച്ചുകൂട്ടിയത് അതിനെ സംബന്ധിച്ച് റബ്ബിന്റെ അടുക്കൽ പ്രത്യേകം ചോദ്യം ചെയ്യപ്പെടും. അൻ മാലിഹി ബിനൈന ഇക്തസബഹു വഫീമ അൻഫഖാ, സ്വത്ത് എങ്ങനെയാണ് സമ്പാദിച്ചത്, എങ്ങനെയാണ് ധനം ഉണ്ടാക്കിയത്, എവിടെയാണ് ചെലവഴിച്ചത്, വരവും ചെലവും പടച്ച റബ്ബിന്റെ അടുക്കൽ ചോദ്യം ചെയ്യപ്പെടും. സ്വത്ത് തർക്കത്തിന്റെ പേരിലാണ് സ്വന്തം അച്ഛനെ അതാ കുത്തിയും ചവിട്ടിയും കൊന്നുകളഞ്ഞതെന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞ സംഭവത്തെ കുറിച്ച് എഴുതി കാണുന്നത്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. സ്വന്തം ബാപ്പയേക്കാൾ അച്ഛനേക്കാൾ വലുതാണോ പണം? സുബ്ഹാനല്ലാഹ്, മനുഷ്യൻ അതപ്പതിച്ചു പോകുന്നതിൻ്റെ ഒരു രംഗമാണല്ലോ അത്. ഓ സുഹൃത്തുക്കളെ, യുവാക്കളെ, കൃത്യമായി നമ്മൾ നിസ്കരിക്കണം. അതുപോലെ തന്നെ മറ്റ് സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കണം. ബാപ്പ ഉമ്മയെ പരിഗണിക്കണം. കുടുംബ ബന്ധം ചേർക്കണം. അയൽവാസികൾക്ക് നന്മ ചെയ്യണം. റബ്ബ് തന്ന നാവ് കൊണ്ട് കള്ളം പറയരുത്. റബ്ബ് തന്ന നാവ് കൊണ്ട് ആരെയും ഭീഷണിപ്പെടുത്തരുത്. ആരോടും ഏഷണി പറഞ്ഞ് പരസ്പരം തെറ്റിക്കരുത്. അതേപോലെ വാഗ്ദത്തം ചെയ്താൽ ആ വാഗ്ദത്തം കൃത്യമായി നിറവേറ്റണം. വാക്ക് പറഞ്ഞാൽ അത് പടച്ച റബ്ബിനടുക്കൽ വലിയ ചോദ്യം ചെയ്യപ്പെടുന്ന വിഷയമാണ്. അതേ, ഇന്നൽ അഹ്ദ കാന അൻഹു മസ്ഊലാ. എഗ്രിമെന്റുകൾ, വാക്കുകൾ, കരാറുകൾ അത് ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. നമുക്കറിയാം, നിക്കാഹ് തുടങ്ങുന്നതിന് മുമ്പ് പറയുന്ന ഒരു വാക്കുണ്ട്. അതാണല്ലോ നിക്കാഹിന്റെ വാചകം പറയുന്നതിന് മുമ്പ്, ഉസവ്വിജുക അലാ മാ അമറല്ലാഹു ബിഹി മിൻ ഇംസാകിൻ ബിമഅറൂഫിൻ ഔ തസ്രീഹിൻ ബിഇഹ്സാൻ. അതേ, വിവാഹം നടത്തുന്ന വരനോട് വലിയ പറയുന്നൊരു വാക്കാടത്. നിനക്ക് ഞാൻ എൻ്റെ മകളെ ഇതാ വിവാഹം ചെയ്തു തരുന്നു, നിക്കാഹ് ചെയ്തു തരുന്നു. പക്ഷേ ഒരു കാര്യം, ഒരു കരാറ് പറയാനുണ്ട്. എന്താണ് കരാറ്? അലാമാ അമറല്ലാഹു ബിഹി, അല്ലാഹു തആല കൽപ്പിച്ചതനുസരിച്ച്. അതെന്താണ്? മിൻ ഇംസാകിൻ ബിമഅറൂഫിൻ ഔ തസ്രീഹിൻ ബിഇഹ്സാൻ. നല്ല നിലക്ക്, അറിയപ്പെട്ട നിലക്ക്, വേണ്ട വിധത്തിൽ എൻ്റെ മകളുമായി നീ കൂട്ടുജീവിതം നയിക്കണം. അവളെ പീഡിപ്പിക്കാൻ പാടില്ല, അവളെ ചീത്ത വിളിക്കാൻ പാടില്ല, അവളെ മനസ്സ് വേദനിപ്പിക്കാൻ പാടില്ല. അവളെ കുടുംബത്തെയോ അതേ ആ കുടുംബത്തിൽപ്പെട്ടവരെയോ അവളെ മുന്നിൽ വെച്ച് തെറി വിളിക്കാനോ കുറ്റം പറയാനോ പാടില്ല. അഥവാ കുറ്റമുണ്ടെങ്കിൽ തന്നെ കുറ്റം ചെയ്തവരോട് സ്വകാര്യത്തിൽ പറഞ്ഞ് നന്നാക്കുകയല്ലാതെ കുറ്റം ചെയ്യാത്തവരെ മനസ്സ് വേദനിപ്പിക്കാൻ പാടില്ലല്ലോ. നിന്റെ ആങ്ങള അങ്ങനെയാണ്, അല്ലെ നിന്റെ ബാപ്പ ഇങ്ങനെയാണ്, നിന്റെ ഉമ്മ ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ ആ പാവപ്പെട്ട പെൺകുട്ടിയുടെ മനസ്സിങ്ങനെ വേദനിക്കൂലേ? അത് വേദനിപ്പിക്കാൻ പാടില്ലല്ലോ. ഭാര്യമാരോട് നല്ല നിലയ്ക്ക് പെരുമാറണമെന്നല്ലേ ഖുർആൻ പറഞ്ഞത്. ഇരിക്കട്ടെ സുഹൃത്തുക്കളെ, ഔ തസ്രീഹിം ബിഇഹ്സാൻ. ഭാര്യയും ഭർത്താവുമായി ജീവിക്കാനാണല്ലോ വിവാഹം നടത്തുന്നത്. പക്ഷേ ആ വിവാഹം കഴിഞ്ഞിട്ട് ഭാര്യ ഭർത്താവുമായി അടുക്കുന്നില്ല, അവനെ തൊടാൻ അനുവദിക്കുന്നില്ല, അവനെ അകറ്റി നിർത്തുകയാണ്. അങ്ങനെ വന്നാൽ ആ ഭാര്യയെ അടിക്കാൻ പറ്റുമോ? വേദനിപ്പിക്കാൻ പറ്റുമോ? അതല്ലല്ലോ. ഔ തസ്രീഹിം ബിഇഹ്സാൻ, നല്ല നിലയ്ക്ക് പിരിച്ചേക്കണം. അതേ, അവൾക്ക് എന്നെ ഇഷ്ടമില്ലെങ്കിൽ, ഞാനുമായി മുന്നോട്ട് പോകാൻ അവൾ തയ്യാറല്ലെങ്കിൽ അവളെ പിന്നെ ഇട്ട് കുടുക്കി വിഷമിപ്പിക്കണ്ട. ഔ തസ്രീഹിം ബിഇഹ്സാൻ, നല്ല നിലക്ക് അവളെ ഒഴിവാക്കി കൊടുക്കണം. ഈ 2 കാര്യം കരാറ് പറഞ്ഞുകൊണ്ടാണല്ലോ നിക്കാഹിന്റെ വാചകം തുടങ്ങുന്നത് തന്നെ. സുഹൃത്തുക്കളെ, അപ്പോൾ ഭാര്യമാരോട് നല്ല നിലക്ക് പെരുമാറണം. ഭാര്യയെ ആക്രമിക്കാൻ പാടില്ല, പീഡിപ്പിക്കാൻ പാടില്ല, മനസ്സിന് വേദന ഉണ്ടാകുന്ന വർത്തമാനങ്ങൾ പറയാൻ പാടില്ല.
ഇതുപോലെ സഹോദരിമാരും മനസ്സിലാക്കണം. വെറുതെയല്ല വിവാഹം കഴിച്ചത്. അങ്കഹതുക ബിന്ദി ബിമഹരി കഥാ, ഇത്ര മഹറിന് ഞാൻ നിനക്ക് നിക്കാഹ് ചെയ്തു എന്നാ പറഞ്ഞത്. അപ്പോൾ ഒരു മഹർ എന്നൊരു തുക കൊടുത്തിട്ടാണ് വിവാഹം കഴിച്ചത്. ആ വിവാഹം കഴിച്ച ഭർത്താവിനെ അവഗണിക്കരുത്. ആ ഭർത്താവിനോട് ദുസ്വഭാവത്തിൽ പെരുമാറരുത്. അവന്റെ മനസ്സ് വേദനിപ്പിക്കുന്ന വിധത്തിൽ കാര്യങ്ങൾ ആവശ്യപ്പെടരുത്. പരിഗണിക്കണം, ഭർത്താവിനെ നന്നായി പരിഗണിക്കണം, ഭർത്താവിന്റെ പൊരുത്തം വാങ്ങണം. അങ്ങനെയാണ് ഭാര്യമാര് ജീവിക്കേണ്ടത്. ഇതൊരു വലിയ കരാറാണല്ലോ നിക്കാഹും നിക്കാഹിന് മുമ്പുള്ള വാചകവും. അതിനെ സംബന്ധിച്ച് നമുക്ക് നല്ല ബോധം വേണം. ഒരാളോട് പറഞ്ഞു, ഇതാ ഞാൻ നിനക്ക് ഈ സാധനം തന്നിരിക്കുന്നു. എങ്ങനെ തന്നു? ഒരു 10,000 ഉറുപ്പികക്ക് തന്നു. അദ്ദേഹം ഞാനത് സ്വീകരിച്ചു എന്നും പറഞ്ഞു. പിന്നീട് സുബ്ഹാനല്ലാഹ് വേറെ ഒരാൾ 11,000 പറയുമ്പോൾ ആദ്യത്തെ മനുഷ്യനെ അങ്ങ് കൈയൊഴിച്ചിട്ട് ഈ 11,000 പറഞ്ഞവന് കൊടുക്കാൻ പറ്റുമോ? ഇല്ല. നേരത്തെ ബിസിനസ് നടന്നു പോയതാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഇടപാട് നടന്നതാണ്, അതിന് ലംഘിക്കാൻ പറ്റൂല. അതുപോലെ സുഹൃത്തുക്കളെ, ഏത് വാക്ക് പറഞ്ഞാലും അങ്ങനെ തന്നെയാണ്. കരാറ് ലംഘിക്കാൻ പാടില്ല. ഇന്നിവിടെ വന്ന് ഈ സമയത്ത് 2 വാക്ക് സംസാരിക്കാമെന്ന് ഞാൻ കരാറ് പറഞ്ഞാൽ ഞാൻ ആ കരാറ് പാലിച്ചിരിക്കണം. സാധിക്കുമെങ്കിൽ പാലിച്ചിരിക്കണം. അല്ലാതെ ഇപ്പൊ നല്ല ചൂടാണല്ലോ, ഇന്നെനിക്ക് കഴിയൂല, അങ്ങനെ വിചാരിക്കാൻ പറ്റൂല. അതെ, കരാറുകൾ ചോദ്യം ചെയ്യപ്പെടും. അത് ഖുർആനിൽ 1 സ്ഥലത്തല്ല, 2 സ്ഥലത്തല്ല, 3 സ്ഥലത്തല്ല. അല്ലാഹു ഖുർആനിൽ ആവർത്തിച്ച് പറഞ്ഞ സംഗതിയാണ്. വല്ലദീനഹും ലിഅമാനാതിഹിം വഅഹദിഹിം റാഊൻ. കരാറ് ശ്രദ്ധിച്ച് കെയർ ചെയ്ത് കൊണ്ടുപോകുന്നവരാണ് മുഅ്മിനീങ്ങൾ. അതുപോലെ അവരവരുടെ ഉത്തരവാദിത്തത്തെക്കുറിച്ച് നല്ല ബോധം വേണം. നമ്മുടെ വീട്ടിന്റെ ഉത്തരവാദിത്തമുള്ളവരാണ് രക്ഷിതാക്കൾ. നമ്മുടെ കുട്ടികളെ നല്ല ഇൽമു പഠിപ്പിക്കണം. നല്ലവരുമായി അവരെ നമ്മൾ ബന്ധപ്പെടുത്തണം. ഒരിക്കലും തന്നെ നമ്മുടെ കുട്ടികൾ ഏതെങ്കിലും കക്ഷികളുമായി കൂട്ടുചേർന്ന് കുറെ ദിവസം കഴിയുമ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ബാപ്പയുടെ നെഞ്ഞത്തേക്ക് ഷൂട്ട് ചവിട്ടുന്ന മകനായി കൂടാ. ബാപ്പയും ഉമ്മയും മരിച്ചാൽ ഒരു ഫാത്തിഹ ഓതാത്ത മകനായി കൂടാ. അതുപോലെ വീട്ടിൽ ശല്യമുള്ള മകനായി കൂടാ. അതിന് കുട്ടിക്കാലത്തെ നമ്മുടെ കുട്ടികളെ നല്ല ചിട്ടയിലായി വളർത്തിയെടുക്കണം. ഇപ്പോൾ ദർസുകൾ ആരംഭിക്കുന്ന സമയമാണ്, കോളേജുകൾ ആരംഭിക്കുന്ന സമയമാണ്. SSLC കഴിഞ്ഞ കുട്ടികൾ എങ്ങനെയെങ്കിലും പോകട്ടെ എന്ന് ചിന്തിക്കുന്നതിന് പകരം ആ മക്കളെ അതേ 2 വിദ്യാഭ്യാസവും ഒരേ സമയത്ത് ലഭിക്കുന്ന ധാരാളം ഇന്റഗ്രേറ്റഡ് കോളേജുകൾ, സ്ഥാപനങ്ങളുണ്ടല്ലോ. അൽഹംദുലില്ലാഹ്, നമ്മുടെ സിറാജുൽ ഹുദ ഇന്റഗ്രേറ്റഡ് സ്ഥാപനം, ആ സ്ഥാപനത്തിൽ കുട്ടികൾ വന്നു ചേർന്നു. അവരുടെ അഡ്മിഷന് വേണ്ടി ഇപ്പോൾ ഇന്റർവ്യൂ കഴിഞ്ഞു. ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം അവരെല്ലാം പുതിയ കുട്ടികൾ വരാൻ പോവുകയാണ്. പഴയ കുട്ടികൾ വന്ന് അവരെ പഠനം തുടങ്ങിക്കഴിഞ്ഞു. ഇന്നലെ മുതവ്വൽ ക്ലാസിന്റെ ഉദ്ഘാടനം മഹാനായ ശൈഖുനാ സുൽത്താനുൽ ഉലമ നടത്തി. അങ്ങനെ പല സ്ഥലങ്ങളിലും നമ്മുടെ സ്ഥാപനങ്ങൾ നടക്കുന്നുണ്ട്. സ്ഥാപനങ്ങളിൽ കുട്ടികളെ കൊണ്ടുപോയി ചേർത്ത് നല്ല തഖ്വയോടെ സംസ്കാരത്തോടെ ബാപ്പ ഉമ്മമാരെ സ്നേഹിക്കുന്ന മക്കളാക്കി വളർത്താൻ ശ്രമിക്കണം. എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, രാവിലെ തന്നെ മദ്രസയിൽ പോകുന്ന സ്ഥലങ്ങളുണ്ട്, രാത്രിയിൽ മദ്രസയിൽ പോകുന്ന സ്ഥലങ്ങളുണ്ട്. നമ്മുടെ ചെറിയ കുട്ടികളെ നമ്മൾ മദ്രസയിൽ കൃത്യമായി എത്തിച്ചു കൊടുക്കണം. അവരെ പഠനം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെ ഉത്തരവാദിത്വത്തെ സംബന്ധിച്ച് നല്ല ബോധം വേണം. അവനവന്റെ വീട്ടിലെ ഉത്തരവാദിത്വം, കുടുംബത്തിലെ ഉത്തരവാദിത്വം, അതിനെ സംബന്ധിച്ചാണ് അമാനത്തെന്ന് പറഞ്ഞത്. ഏത് കാര്യം അമാനത്ത്, ആ അമാനത്ത് വീട്ടേണ്ടതുണ്ട്. ഞാനിപ്പോൾ വരുന്ന സമയത്ത് ഒരാളൊരു സംശയം ചോദിച്ചു. സംശയത്തെക്കുറിച്ച് ഇപ്പോൾ ഞാനിവിടെ പറയുന്നില്ല. സുബ്ഹാനല്ലാഹ്, ഒരു സ്ഥാനത്ത് ഒരാളെ അവരോധിച്ചിരിക്കുന്നു.
ആ അവരോധിക്കപ്പെട്ട വ്യക്തിക്ക് ആ സ്ഥാനം കൊടുക്കാതിരിക്കാൻ പറ്റുമോ എന്നാണ് ചോദ്യം. നമ്മളോട് എന്താണ് കൽപ്പന? ഉമിർന അൻ നുനസ്സിലന്നാസ മനാസിലഹും, ഓരോരുത്തർക്കും ഓരോ സ്ഥാനം വകവെച്ചു കൊടുക്കണമെന്നത് നമ്മളോട് കൽപ്പിക്കപ്പെട്ട കാര്യമാണ്. നിങ്ങൾ എന്തുകൊണ്ടാണ് മഹാനായ പുറത്തു തങ്ങളവറുകളെ, പുറത്തു സാദാത്ത് തങ്ങളവറുകളെ 100% അംഗീകരിച്ച് ബഹുമാനിച്ച് വീട്ടിൽ കൂട്ടിക്കൊണ്ടുവന്ന് ദുആ ചെയ്യിപ്പിച്ച് അവിടുത്തെ ആജ്ഞകൾ സ്വീകരിക്കുന്നത്? അത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. വല്ലദീനഹും ലിഅമാനാതിഹിം വഅഹദിഹിം റാഊൻ, ഉത്തരവാദിത്വം നിർവഹിക്കുന്നവരാകണം. നമുക്ക് നമ്മുടെ ഖാദിയെ അനുസരിക്കേണ്ടതുണ്ട്, ആലിമീങ്ങളെ അനുസരിക്കേണ്ടതുണ്ട്, സയ്യിദന്മാരെ ആദരിക്കേണ്ടതുണ്ട്. ഇതുപോലെ ചെറുപ്പക്കാരെ, ഉമ്മ ബാപ്പമാരെ അനുസരിക്കേണ്ടതുണ്ട്. ഹജ്ജിന് പോവുകയാണെങ്കിൽ പോലും ബാപ്പാന്റെ സമ്മതം വേണം, ഉമ്മാന്റെ സമ്മതം വേണം എന്ന് പറയുമ്പോൾ എന്താണ് അവർക്ക് വെച്ചിട്ടുള്ള സ്ഥാനം? വല്ലദീനഹും ലിഅമാനാതിഹിം വഅഹദിഹിം റാഊൻ. ഇതുപോലെ നേരത്തെ തങ്ങളവറുകൾ പറഞ്ഞു, അടുത്ത ഉറൂസിനുള്ള വസ്തുക്കൾ വാഗ്ദത്തം ചെയ്തവരുണ്ട്. വാഗ്ദത്തം നിറവേറ്റണം. ഇത് നിങ്ങൾ വീട്ടാറുണ്ട്. റബ്ബതിന് തൗഫീഖ് നൽകട്ടെ. വാക്ക് പറഞ്ഞാൽ അത് പാലിക്കണം. വാക്ക് പാലിക്കാതിരിക്കുന്നത് മോമിനായ മനുഷ്യന് ചേർന്നതല്ല, അത് മുനാഫിഖിന്റെ ലക്ഷണമാണ്. അപ്പോൾ വാക്ക് പാലിക്കുകയെന്ന് നമുക്കുണ്ടാകേണ്ട വലിയ ഒരു ഗുണമാണ്. നമുക്ക് അല്ലാഹു തന്ന നാവ് കൊണ്ട് കള്ളം പറയാൻ പാടില്ല. അത് കളവ് പറയാനല്ലല്ലോ റബ്ബ് നമുക്ക് നാവ് തന്നത്. ഖുർആൻ ഓതാനാണ്, ദിക്ർ ചൊല്ലാനാണ്, നമ്മുടെ ജീവിതത്തിന്റെ ആവശ്യത്തിന് വേണ്ടി ആവശ്യമുള്ളത് സംസാരിക്കാനാണ്. ആവശ്യമില്ലാത്തൊരു സംസാരം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. ആവശ്യമില്ലാത്ത വിഷയങ്ങളിൽ നമ്മൾ ഇടപെടുകയും ചെയ്യരുത്. മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ തർക്കുഹു മാ ലാ യഅനി. നബി തങ്ങൾ പറയാണ്, ഒരു മനുഷ്യന്റെ ഇസ്ലാം നന്നായാൽ, ശരിയായ മുസ്ലിമായാൽ അവന്റെ സ്വഭാവം എന്തായിരിക്കും? തർക്കുഹു മാ ലാ യഅനി. അവൻ ആവശ്യമില്ലാത്തതൊന്നും തന്നെ അവൻ സ്വീകരിക്കൂല, ഇടപെടൂല. അത് അവനങ്ങ് കൈയൊഴിക്കും. ആവശ്യമില്ലാത്തതിൽ ഞാനെന്തിന് സ്പർശിക്കണം, ഞാനെന്തിന് സംസാരിക്കണം? ആവശ്യമില്ലാത്തത് അവൻ കൈയൊഴിക്കും. അങ്ങനെയാണ് മുഅ്മിനായ മനുഷ്യന്റെ സ്വഭാവം. അപ്പൊ ആവശ്യമില്ലാത്തതിൽ പോയി ചാടി വീഴരുത്. ആവശ്യമില്ലാത്ത സംസാരങ്ങൾ സംസാരിക്കരുത്. ആലിമീങ്ങളെ ഗ്രൂപ്പ് തിരിച്ച് കുറ്റം പറയരുത്. സയ്യിദന്മാരെ പാർട്ടി നോക്കി നിന്ദിക്കരുത്. അതേപോലെ പ്രായമുള്ളവരെ അവർ നമുക്ക് അനുകൂലമായി പറഞ്ഞാലും പ്രതികൂലമായി പറഞ്ഞാലും പ്രായമുള്ളവരോട് ബഹുമാനം കാണിക്കണം. കുട്ടികൾ അവർ കുട്ടികളാണെന്ന നിലക്ക് അവരെ തള്ളിക്കളയാൻ പാടില്ല. കുട്ടികളിലും ചിലപ്പോൾ നല്ല ബുദ്ധിയുള്ളവരുണ്ടാകും, നല്ല ചിന്തയുള്ളവരുണ്ടാകും. അവരെയും പരിഗണിക്കേണ്ടതുപോലെ പരിഗണിക്കണം. അതേ, അവർക്ക് ചിലപ്പോൾ നമ്മൾ അറിയാത്ത ചില വിഷയങ്ങൾ അറിഞ്ഞു എന്ന് വരാം. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു മുമ്പിൽ ഒരു വിഭാഗം ആളുകൾ വന്നപ്പോൾ അതേ മഹാനവർകൾ പറഞ്ഞു, നിങ്ങൾ പ്രായമുള്ള ഒരാൾക്ക് നേതൃത്വം ഏൽപ്പിച്ച് അദ്ദേഹം സംസാരിക്കട്ടെ. അപ്പോൾ അതിൽ ഒരു ചെറുപ്പക്കാരൻ ചോദിച്ചു, അങ്ങനെ പ്രായം നോക്കിയിട്ടാണ് നേതൃത്വം കൊടുക്കേണ്ടതെങ്കിൽ ഈ രാജ്യത്തിന്റെ നേതൃത്വം നിങ്ങൾക്കാണല്ലോ, നിങ്ങളെക്കാൾ പ്രായമുള്ള ആൾക്ക് നിങ്ങൾ അധികാരം വിട്ടുകൊടുക്കുമോ? പ്രായം മാത്രം നോക്കിയാൽ മതിയോ? അപ്പോഴാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഈ ചെറുപ്പക്കാരന് സംസാരിക്കുന്നതിന് കുഴപ്പമില്ല, ബുദ്ധിമാനാണ്, വിഷയം മനസ്സിലാക്കാൻ കഴിവുള്ളവനാണ്. അപ്പൊ എല്ലാ ചെറുപ്പക്കാരും ഒരുപോലെയാണെന്ന് മനസ്സിലാക്കി യുവാക്കളെ മൊത്തം തള്ളിക്കളയുന്നൊരു സ്വഭാവം പ്രായമുള്ളവരിലും ഉണ്ടാകാൻ പാടില്ല. അതേ സമയത്ത് പ്രായമുള്ളവർക്ക് പ്രായമുണ്ട് എന്ന നിലക്കുള്ള ബഹുമാനം അംഗീകരിച്ചു കൊടുക്കണം. ഇതുപോലെ ഞാൻ പറഞ്ഞല്ലോ, വാക്ക് പറഞ്ഞാൽ വാക്ക് പാലിക്കണം. അതുപോലെ ഏത് വിഷയം നേർച്ചയാക്കിയാൽ നേർച്ച വീട്ടണം. അതുപോലെ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ കൽപ്പിക്കപ്പെട്ടതുപോലെ ചെയ്യുന്നവരാകണം. മഹാനായ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറയാണ്, ഇദസ്ഫറ ലൗനുൽ മർഇ വബിയല്ല ശഅറുഹു തനഗസ മിൻ അയ്യാമിഹി മുസ്തതാബുഹാ.
മനുഷ്യന്റെ കളറൊക്കെ ഒന്ന് മാറി മഞ്ഞയായി. നേരത്തെ നല്ല വെളുത്ത് തടിച്ച മനുഷ്യനായിരുന്നു, ഇപ്പോൾ ശരീരത്തിന്റെ കളറൊക്കെ ഒന്ന് മാറി മഞ്ഞയായി. അതുപോലെ അവന്റെ മുടിയെല്ലാം വെളുത്തുപോയി. അങ്ങനെ വന്നാൽ അവന്റെ ജീവിതത്തിൽ കണക്കാക്കപ്പെട്ട കുറെ ദിനങ്ങളുണ്ടല്ലോ, ദിവസങ്ങളുണ്ടല്ലോ, അതിന് സന്തോഷവും അതുപോലെ റാഹത്തുമുള്ള ദിനങ്ങളൊക്കെ അതിങ്ങനെ കഴിഞ്ഞു പോയി കേട്ടോ. അതിനാൽ എന്നോട് പറയാനുള്ള ഉപദേശം മോനെ, ഏത് മോശമായ കാര്യങ്ങളുണ്ടോ, ഏത് തെറ്റായ വിഷയങ്ങളുണ്ടോ അത് നീ അങ്ങ് കൈയൊഴിക്കണേ. സുബ്ഹാനല്ലാഹ്, ഇനിയും തെറ്റ് ചെയ്തുകൊണ്ട് ജീവിക്കുകയാണോ? തെറ്റ് നീ കൈയൊഴിക്കണം. അല്ലാഹുവിനെ സൂക്ഷിച്ച് അല്ലാഹുവിൽ ഭക്തിപൂർവം ജീവിക്കുന്ന ഒരു മുത്തഖിയായ മനുഷ്യൻ ഹറാമുകൾ ചെയ്യുക, തെറ്റുകൾ ചെയ്യുക എന്നത് വളരെ വലിയ നിഷിദ്ധമാണ്. വഹ്സിൻ ഇലൽ വഅദി സകാത്തൽ ജാഹി വഅലം ബിഅന്നഹാ മിസ്ലു സകാത്തിൽ മാലി തമ്മാനി സാബുഹാ. ഓരോരുത്തരും അവന്റെ സ്ഥാനത്തിന്റെ സകാത്ത് കൊടുക്കണം. അതേ, അത് മുതലിന്റെ സകാത്ത് പോലെ തന്നെയാണ്. സ്ഥാനത്തിന്റെ സകാത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? അതേ, എനിക്ക് അല്ലാഹു ഒരു ചെറിയ സ്ഥാനം തന്നാൽ ആ സ്ഥാനം അനുസരിച്ചുള്ള വർക്ക് ചെയ്യാൻ ഞാൻ തയ്യാറാകണം. ഒരാൾ SSFന്റെ പ്രസിഡന്റാണ്, മീറ്റിങ്ങിന് അയാൾ ഉണ്ടാവൂല, അങ്ങനെയാകാൻ പറ്റൂല. അതേ, ഒരാൾ മുഷാവറയിൽ അംഗമാണ്, ഒറ്റ മുഷാവർക്കും പങ്കെടുക്കൂല, അങ്ങനെയാകാൻ പറ്റൂല. ഒരാൾ SYSന്റെ സെക്രട്ടറിയാണ്, അയാൾ സർക്കിളൊക്കെ എവിടെയെങ്കിലും വലിച്ചെറിഞ്ഞിട്ട് ഞാൻ സെക്രട്ടറിയാണെന്ന് പറഞ്ഞ് നടക്കുകയാണ്, അത് പറ്റൂല. അതുപോലെ ഒരാൾ ഒരു സദസ്സിന്റെ അധ്യക്ഷനാണ്, ആ സദസ്സ് നിയന്ത്രിക്കാൻ അദ്ദേഹം തയ്യാറാകണം. അതിനദ്ദേഹം ക്ഷമാപൂർവം ഇരിക്കണം, കേൾക്കണം, മനസ്സിലാക്കണം. സദസ്സിലുള്ള അംഗങ്ങൾ അഭിപ്രായം പറയുമ്പോൾ എല്ലാവർക്കും അഭിപ്രായം പറയാൻ അനുവദിക്കണം. പക്ഷേ ഒരാൾ അഭിപ്രായം പറയുമ്പോൾ വേറെ ഒരാളെ സംസാരിക്കാൻ അനുവദിക്കരുത്. അദ്ദേഹം പറഞ്ഞു തീർന്നതിന് ശേഷം അദ്ദേഹത്തിനും പറയാം, അയാളത് കഴിഞ്ഞാൽ മറ്റൊരാൾക്ക് പറയാം. എല്ലാം കേട്ടതിന് ശേഷം ഒരു പക്ഷപാതിത്വമില്ലാതെ നിഷ്പക്ഷമായി ഓരോരുത്തരുടെ അഭിപ്രായവും വിലയിരുത്തി അവസാനം ഒരു തീരുമാനത്തിലെത്താൻ കഴിയണം. അതേ, സ്ഥാനത്തിന്റെ സകാത്ത് കൊടുക്കണം. ഒരാൾ വലിയൊരു ആലിമാണ്, ആ ആലിം അദ്ദേഹത്തിന്റെ ഇൽമും വെച്ചിങ്ങനെ ഇരുന്നാൽ പറ്റൂല. അദ്ദേഹത്തിന്റെ ഇൽമു ജനങ്ങൾക്ക് വിതരണം ചെയ്യണം. എത്ര ത്യാഗം ചെയ്തിട്ടും ഇൽമു വിതരണം ചെയ്യണം. സ്ഥാനത്തിന്റെ സകാത്ത് കൊടുക്കണം. അതുപോലെ മറ്റൊരാൾക്ക് വലിയ സ്വാധീനമുണ്ട്, അയാൾ പറഞ്ഞാൽ പലരും അതാ ഒരു പാവപ്പെട്ട പെൺകുട്ടിയുടെ വിവാഹത്തിന് ഒരു പവന് കൊടുക്കും, അല്ലെങ്കിൽ അരപ്പവൻ കൊടുക്കും. അതേസമയത്ത് പാവപ്പെട്ട ഒരാൾ പറഞ്ഞാൽ കൊടുക്കൂല. എന്നാൽ അത് പറയാൻ തയ്യാറാകണം. ആ പാവപ്പെട്ട പെൺകുട്ടിയെ വിവാഹം കഴിച്ചയക്കാൻ നീ ഒരു പവന് കൊടുക്കണം എന്ന് പറഞ്ഞാൽ കിട്ടുന്ന ആളുകൾ പറയണം. അത് പറയാൻ മടിയന്മാരായിരിക്കാൻ പാടില്ല. അതുപോലെ ഒരു പള്ളി, ആ പള്ളിയുടെ പുരോഗതിക്ക് അല്ലെങ്കിൽ ദീനീ സ്ഥാപനത്തിന്റെ പുരോഗതിക്ക് അതേ ചോദിച്ചാൽ കിട്ടും. അദ്ദേഹം ചോദിച്ചാൽ കിട്ടും. എന്നാൽ അദ്ദേഹം അത് ചോദിക്കണം. പടച്ചവൻ കൊടുത്ത സ്ഥാനമാണത്. മറ്റൊരാള്, അദ്ദേഹത്തിന് രണ്ടാളുകൾ തമ്മിൽ പിണങ്ങിയാൽ അവരെ നന്നായി പറഞ്ഞ് ഇണക്കി മെരുക്കി ആ പിണക്കം തീർക്കാനുള്ളൊരു കഴിവ് അല്ലാഹു തആല കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം ആ ഡ്യൂട്ടി എടുക്കണം. സ്ഥാനത്തിന്റെ സകാത്ത് കൊടുക്കണം. ഒരാൾ മദ്രസയിലെ ഉസ്താദാണ്, ആ ഉസ്താദ് കുട്ടികളെ സൗമ്യമായി നല്ല പെരുമാറ്റം നടത്തി ആ കുട്ടികൾക്ക് കൃത്യമായി മദ്രസയിൽ ക്ലാസ് എടുക്കണം. ക്ലാസ് എടുക്കുന്നതിന് മുമ്പ് ആ പാഠം നന്നായി നോക്കി വെക്കണം. അതെ, രാവിലെ 6:30 മദ്രസ തുടങ്ങുന്നതെങ്കിൽ ചുരുങ്ങിയത് 6:25 മുഅല്ലിമീങ്ങൾ മദ്രസയിലെത്തണം. 5 മിനിറ്റ് മുമ്പല്ലാതെ കുട്ടികൾ വന്നിട്ടെത്തുന്നൊരു രൂപമുണ്ടാകാൻ പാടില്ല.
അതേപോലെ ഒരു മദ്രസയുടെ സദർ മുഅല്ലിമാണെങ്കിൽ അദ്ദേഹം മറ്റുള്ള ഉസ്താദുമാരെ കൃത്യമായി വരുന്നുണ്ടോ എന്ന് നോക്കണം. ഇല്ലെങ്കിൽ വരുന്ന പരുവത്തിലേക്ക് അവരെ എത്തിക്കണം. അതുപോലെ സുഹൃത്തുക്കളെ എല്ലാ രംഗത്തുമുണ്ടത്. ഓരോരുത്തർക്കും അവരവരുടെ സ്ഥാനത്തിന്റെ സക്കാത്ത് കൊടുക്കണം എന്ന് പറഞ്ഞാൽ സ്ഥാനമനുസരിച്ച് അവരവർ പ്രവർത്തിക്കണം. ശാഫി ഇമാം തങ്ങൾ പറയാണ് അത് സ്വത്തിന്റെ സക്കാത്ത് പോലെ തന്നെയാണ്. എല്ലാവർക്കും നന്മ ചെയ്യണം. നന്മ എല്ലാവർക്കും ചെയ്യുമ്പോൾ അവരെല്ലാം നിന്നെ അനുസരിക്കും. എല്ലാവരും നിന്റെ കീഴിൽ വരും. നീ പറയുന്നതിന് അനുസരണമുണ്ടാകും. അതുകൊണ്ട് എല്ലാവർക്കും നന്മ ചെയ്യുന്ന സ്വഭാവമുണ്ടാകണം. ഒരിക്കലും ഒരഹങ്കാരം, ഞാനൊരു വലിയവനാണെന്ന ഒരു ചിന്ത ആരുടെ മനസ്സിലും ഉണ്ടാകാൻ പാടില്ല. വലാ തംശിയൻ ഫീ മൻകിബിൽ അർളി ഫാഖിറാ ഫഅമ്മാ ഖലീലിൻ യഹ്തബീകാ തുറാബുഹാ. പ്രസംഗിക്കാൻ മുസ്ലിയാര് വരുമ്പോ ആളുകളൊക്കെ എഴുന്നേറ്റ് തക്ബീർ ചൊല്ലുകയാണ്. ജനങ്ങൾ വല്ലാതെ ബഹുമാനിക്കുകയാണ്. അപ്പോൾ ഞാനൊരു വലിയ സ്റ്റാറ്റസ് ഉള്ള, ഞാനൊരു വലിയ പവറുള്ള ആളാണ് എന്ന ഒരു ചിന്ത മുസ്ലിയാരെ മനസ്സിൽ വരാൻ പറ്റൂല. അതുപോലെ ഏത് സ്ഥാനമുള്ളവനും അഹങ്കാരം വരാൻ പറ്റൂല. കാരണം എന്താണ്? ആ അഹങ്കാരത്തോടെ ഒരാളും നടക്കാനും പറ്റൂല. നീ ഇപ്പോൾ ഭൂമി ലോകത്ത് തുള്ളിച്ചാടി നടക്കുകയാണ്, നീ അഹങ്കാരത്തോടെ നടക്കുകയാണ്. എന്നാ മോനെ, കുറഞ്ഞ സമയത്തിനുള്ളിൽ ആ ഭൂമിയുടെ മണ്ണിന്റെ ഉള്ളിലേക്ക് പോയി കിടക്കുന്നവനാണ് നീ. അതിനെ സംബന്ധിച്ച് നല്ല ബോധം വേണം. പിന്നെയും ഇമാം ശാഫി റളിയല്ലാഹു അൻഹു ഉപദേശിക്കുകയാണ്, നല്ല നീളമുള്ള ടാർ ചെയ്ത ഒരു ഹൈവേ റോഡ്, ആ റോഡിലൂടെ വണ്ടി ഓടിച്ചു പോകുമ്പോ നട്ടുച്ച സമയത്ത് ആ ഹൈവേ റോഡിലൂടെ, നല്ല ടാറിട്ട റോഡിലൂടെ പോകുമ്പോ ദൂരെ റോട്ടിന്റെ മേലെ വെള്ളം ഇങ്ങനെ മറിയുന്നതായി കാണുന്നു. വെള്ളം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മറിയുന്നതായി കാണുന്നു. വാസ്തവത്തിൽ അങ്ങനെ ഒരു വെള്ളം അവിടെ ഇല്ല. അതിന് മരീചിക എന്നാണ് മലയാളത്തിൽ പറയാ. വെള്ളം പോലെ തോന്നുകയാണ്. വെള്ളം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മറിയുന്നതായി തോന്നുകയാണ്. ഓ മോനെ, ഈ ദുന്യാവുണ്ടല്ലോ, അത് ഞാൻ നന്നായി രുചിച്ചു നോക്കിയിട്ടുണ്ട്. അതിൻ്റെ നല്ല തെളിഞ്ഞ വെള്ളവും അഥവാ സന്തോഷമുള്ള വിഷയവും അതേപോലെ അതിൻ്റെ പ്രയാസമുള്ള വിഷയവും എല്ലാം എനിക്ക് എൻ്റെ മുന്നിലെത്തിയിട്ടുണ്ട്. പക്ഷേ ഫലം ഇല്ല ഗുറൂറൻ വബാതില. ആ ദുന്യാവ് വെറും ഒരു ചതിയാണ്, അത് നിരർത്ഥകമാണ്. ഏതുപോലെ നട്ടുച്ച സമയത്ത് മരുഭൂമിയിലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലുള്ള ടാർ ചെയ്ത റോട്ടിന്റെ മേലെയൊക്കെ ദൂരെ വെള്ളം ഇങ്ങനെ മറിയുന്നു എന്ന് തോന്നുന്നത് വെറും തോന്നലല്ലേ, താൽക്കാലികമല്ലേ? അടുത്തെത്തിയാൽ അതുണ്ടാവൂലല്ലോ. ഇതുപോലെ ദുനിയാവിൽ നീ വലിയ സ്റ്റാറ്റസിൽ ഇങ്ങനെ ജീവിച്ചിരിക്കുമ്പോ ഒരു സമയം നീ അങ്ങ് മരിക്കുന്നു. പിന്നെ നിന്റെ സ്റ്റാറ്റസ് എവിടെ? നീ നല്ല മുന്തിയ വാഹനത്തിൽ പോയവനാണ്. ഇനി നിനക്കുള്ള വാഹനം നിന്റെ കാറല്ല, നിന്റെ മുന്തിയ പ്ലെയിനല്ല, ട്രെയിനല്ല. നിന്റെ വാഹനം മയ്യിത്ത് കട്ടിലാണ്. ഇതുവരെ പല നിനക്കുള്ള ഡ്രസ്സും ഇങ്ങനെ ഇട്ട് ഞെളിഞ്ഞവനാണ് നീ. ഇനി നിനക്കുള്ള ഡ്രസ്സ് 3 കഷ്ണം തുണിയാണ്. അതേ നേരത്തെ ഉള്ളതൊന്നുമല്ല. നീ ഈ മരണത്തോടെ എല്ലാം കഴിഞ്ഞില്ലേ? വമഹിയ ഇല്ല ജീഫത്തുൻ മുസ്തഹീനത്തുൻ അലൈഹാ കിലാബുൻ ഹമ്മുഹുന്ന ജിത്തിദാബുഹാ. ദുന്യാവിനെ കുറിച്ച് ഞാൻ പറയട്ടെ, അതൊരു ശവം പോലെയാണ്.
ഏത് ശവം 2 ദിവസം കഴിഞ്ഞാൽ കെട്ടുനാറുന്ന ശവം, ആ ശവം പോലെ ആണ്. പക്ഷേ ശവം ഇങ്ങനെ കിടക്കുമ്പോ ആ ശവം കടിച്ച് കീറാൻ വേണ്ടി കുറെ നായകൾ വരാറില്ലേ? അതുപോലെ ആഖിറത്തിനൊരു വിലയും കൽപ്പിക്കാതെ ദുന്യാവ് സമ്പാദിക്കാൻ വേണ്ടി ദുന്യാവ് കടിച്ച് കീറുന്ന കുറെ അത്തരം ജീവികളുണ്ട്. ആ ദുന്യാവ് ഉള്ളത് മതി, അതെ എനിക്ക് ഉള്ളത് മതി, പടച്ചവൻ അത് പൊരുത്തപ്പെട്ടത് മതി, കിട്ടിയത് മതി എന്ന നിലക്ക് നീ അതാ ജീവിക്കാനൊരുങ്ങിയാൽ ആ ദുന്യാവിന്റെ പ്രേമക്കാരായ ആളുകൾക്ക് നിന്നെപ്പറ്റി കംപ്ലൈന്റ് ഇല്ല. എങ്ങനെയെങ്കിലും ദുന്യാവ് കിട്ടണം, ഹലാലും ഹറാമും ഇല്ലാത്ത വിധത്തിൽ എനിക്ക് ലഭിക്കണം എന്ന ചിന്തയിൽ നീ പോയിട്ട് ദുന്യാവ് പിടിച്ചു വലിക്കാൻ പോയാൽ അത് പിടിച്ചു വലിക്കുന്ന നായ്ക്കളോട് കൂടെ നീയും കടിപിടി കൂടേണ്ടി വരും കേട്ടോ. ഫതുബാലി നഫ്സിൻ ഉലിയത് ഖൈറ ദാരിഹാ മുഗല്ലഖതൽ അബ്വാബി മുർഖൻ ഹിജാബുഹാ. അതുകൊണ്ട് ദുന്യാവിനെ പ്രേമിക്കാതെ എന്നെന്നും ജീവിക്കാനുള്ള സ്വർഗം ലഭിക്കണമെന്ന നിലക്ക്, പാരത്രിക ലോകം വിജയിക്കണമെന്ന നിലക്ക്, എന്നെ സൃഷ്ടിച്ച് പോറ്റി വളർത്തുന്ന എൻ്റെ റബ്ബിന്റെ പൊരുത്തം ലഭിക്കണമെന്ന നിലക്ക്, ആ റബ്ബിനെ കാണണം എന്ന നിലക്ക്, ആ റബ്ബ് സ്നേഹിച്ച മഹാന്മാരുണ്ടല്ലോ, അമ്പിയാക്കളുണ്ടല്ലോ, ഔലിയാക്കളുണ്ടല്ലോ, സാലിഹീങ്ങളുണ്ടല്ലോ, ആരിമീങ്ങളുണ്ടല്ലോ, അതേ അല്ലാഹു സ്നേഹിച്ച വലിയ വലിയ മഹാന്മാരുണ്ടല്ലോ, അവരുടെ എല്ലാം കൂടെ ഏറ്റവും വലിയ മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൊടിക്കീഴിൽ എത്തണം എന്ന ചിന്തയിൽ നീ പ്രവർത്തിക്കാൻ ഒരുങ്ങിക്കോ. ദുന്യാവിന്റെ വാതിലടച്ചോ, ആഖിറം ചിന്തിച്ച് ജീവിച്ചോ. തുടക്കത്തിൽ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു എന്നെ വിളിച്ച് പറഞ്ഞതുപോലെ തോന്നുന്നു. താടിയും തലയുമൊക്കെ നരച്ചവരെ പ്രത്യേകം വിളിച്ച് കാലമിങ്ങനെ കഴിഞ്ഞുപോയി എന്ന് സൂചിപ്പിച്ചുകൊണ്ട് മഹാനവറുകൾ നൽകിയ ഈ ഉപദേശം ഈ സാധുവായ എനിക്കും നിങ്ങൾക്കും ജീവിതത്തിൽ പകർത്തി അള്ളാഹുവിനെ ഭയപ്പെട്ട് തഖ്വയോടെ ജീവിക്കാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ നാട്ടിലും പരിസരങ്ങളിലും ഈ ഉറൂസിനെ സഹായിച്ചവരിലും ഉറൂസിന് വേണ്ടി പ്രവർത്തിച്ചവരിലും എല്ലാവരിലും അള്ളാഹു തആല ഖൈറും ബർക്കത്തും നൽകുമാറാകട്ടെ. നല്ല ആവശ്യമുള്ള വെള്ളവും മഴയും അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. എല്ലാവരും ഒരു ഫാത്തിഹ ഓതണം. ഇവിടെ മറവ് ചെയ്യപ്പെട്ട മഹാന്റെ ഹളറത്തിലേക്കും അതുപോലെ നമ്മുടെ ഉമ്മബാപ്പമാര് ഉസ്താദുമാര് തുടങ്ങി നമ്മളെ വിട്ടുപിരിഞ്ഞു പോയ മഹാന്മാർ എല്ലാവരുടെ ഹളറത്തിലേക്കും അങ്ങോട്ട് കൊണ്ടുപോണ്ട. ഇവിടെ തന്നെ ഒരു മൈക്ക്, കൈ പിടിക്കുന്ന മൈക്ക് തന്നെ കേട്ടോ, സ്റ്റാൻഡൊന്നും വേണ്ട. എല്ലാവരുടെ ഹളറത്തിലേക്കും നമ്മളെ ഉമ്മബാപ്പമാർ ഉസ്താദുമാർ സ്നേഹിച്ച ജനങ്ങൾ, നമ്മൾ ഇന്ന് പഠിച്ച ശിഷ്യന്മാർ, നമ്മളെ സഹായിച്ചവർ, എന്നെ സംബന്ധിച്ചിടത്തോളം കുറ്റ്യാടി സിറാജുൽ ഹുദ തുടങ്ങിയ കാലം മുതലേ സഹായിക്കുന്നവരാണ് ഇവിടെയും കർണാടകയിലുള്ള എല്ലാ നല്ലവരായ ജനങ്ങളും. അള്ളാഹു എല്ലാവരെയും നീ സഹായിക്കണം റഹ്മാൻ. അങ്ങനെ ദീനീ പ്രവർത്തനങ്ങളിൽ സഹായിച്ചവർ, സഹകരിച്ചവർ പലരും മരിച്ചുപോയി. അള്ളാഹു അവരുടെ എല്ലാം ഖബറിൽ സന്തോഷം നൽകുമാറാകും. ഞാൻ ഈ വർഷം ദുബായിൽ പോയപ്പോൾ എന്നെ വിളിക്കുകയും ഞാൻ പോവുകയും കാണുകയും എല്ലാം ചെയ്ത് വലിയ ആദരവ് കാണിച്ച് വലിയ സഹായം നൽകുകയും വാഗ്ദത്തം ചെയ്യുകയും ചെയ്ത ഞാൻ വളരെ സ്നേഹിക്കുന്ന അബ്ബാസ് ഹാജി കഴിഞ്ഞ വെള്ളിയാഴ്ച സുഖമില്ലാതെയായി ആശുപത്രിയിലാണെന്ന് പറഞ്ഞു. അല്ലാഹുവേ, നീ പരിപൂർണ ശിഫ നൽകി ആരോഗ്യത്തോടെ ദീർഘ ആയുസ് തഖ്വയോടെ അദ്ദേഹത്തിനും ഞങ്ങൾക്കും നൽകണം റഹ്മാനെ. അപകടം പറ്റിയവരുണ്ട്, രോഗികളുണ്ട്, പല പ്രയാസങ്ങളും ഉള്ളവരുണ്ട്. അല്ലാഹു എല്ലാ രോഗങ്ങളും പ്രയാസങ്ങളും നീ നീക്കിത്തരണം റഹ്മാനെ. മഹാനായ CM വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് അവറുകളെയും ശംസുൽ ഉലമ ഖുതുബി മുഹമ്മദ് മുസ്ലിയാർ അവറുകൾ. ശംസുൽ ഉലമ ഖുതുബി മുഹമ്മദ് മുസ്ലിയാർ എന്ന് പറഞ്ഞാൽ എൻ്റെ ഉസ്താദിൻ്റെ
ഉസ്താദിൻ്റെ ഉസ്താദാണ്, കണ്ണിയത്ത് ഉസ്താദിൻ്റെ ഉസ്താദാണ്. അതുപോലെയുള്ള ഒരുപാട് വലിയ വലിയ ആലിമീങ്ങളെ ഉസ്താദാണ്. ആ മഹാനായ ഖുതുബി മുഹമ്മദ് മുസ്ലിയാർ താജുൽ ഉലമയുടെ ഉസ്താദാണ് കണ്ണിയത്ത് ഉസ്താദ്. കണ്ണിയത്ത് ഉസ്താദിൻ്റെ ഉസ്താദാണ് ഖുതുബി മുഹമ്മദ് മുസ്ലിയാർ. ബഹുമാനപ്പെട്ടവരെ അനുസ്മരിക്കുന്ന മാസമാണ് ശവ്വാൽ മാസം. അതേപോലെ ബഹുമാനപ്പെട്ട ഇമാം അമീറുൽ മുഅ്മിനീന ഫിൽ ഹദീസ് അബൂ അബ്ദുല്ലാഹി മുഹമ്മദ് ബിൻ ഇസ്മായിൽ അൽ ബുഖാരി റളിയല്ലാഹു അൻഹു വഫാത്തായ മാസമാണ് ശവ്വാൽ മാസം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ എല്ലാം ബർക്കത്ത് നമുക്ക് നൽകുമാറാകട്ടെ. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിൽ കാണാം, മഹാനവറുകൾ പറയുന്നുണ്ട്, ഗീബത്ത് ഹറാമാണ്, മറ്റൊരാളെ കുറ്റം പറയൽ ഹറാമാണ്. അത് ഞാൻ അറിഞ്ഞ അന്ന് മുതൽ ഇന്ന് വരെ എൻ്റെ ജീവിതത്തിൽ ഞാൻ വേറെ ഒരാളെയും കുറ്റം പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ പടച്ചവന്റെ അടുക്കിലേക്ക് ഞാൻ ചെല്ലുമ്പോൾ എൻ്റെ ഒരു സൽക്കർമ്മവും ഞാൻ വേറെ ഒരാൾക്ക് കൊടുക്കേണ്ടി വരില്ല, അത് എനിക്ക് തന്നെ കിട്ടും എന്ന് ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞതായി കാണാം. ആ നിലക്ക് സൂക്ഷ്മതയോടെ ജീവിച്ച ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിൻ്റെയും അനുസ്മരണ മാസമാണ് ശവ്വാൽ മാസം. അങ്ങനെ എല്ലാവരുടെയും പേരിൽ ഒരു ഫാത്തിഹ ഓതിയിട്ട് നമുക്ക് ദുആ ചെയ്യാം. ഇവിടെ കസേര മുന്നോട്ടിട്ടത് നിങ്ങളോടൊക്കെ സംഭാവന വാങ്ങിച്ചു കൊടുക്കാനാണ്. നിങ്ങൾക്കും അറിയാം, എനിക്കും അറിയാം. അതുകൊണ്ട് നല്ല സംഭാവന, 2000-ൻ്റെ നോട്ട് അത് പോയി, ഇപ്പം 500-ൻ്റെതേ ഉള്ളൂ. അതുകൊണ്ട് 4 എടുത്താൽ മതി. വരുമ്പോൾ ഓരോരുത്തരും 4 കഴിയുന്നവർക്കൊണ്ടാ പറഞ്ഞ്, കഴിയാത്തവർ കഴിയുമ്പോൾ എടുത്താൽ മതി. അങ്ങനെ എല്ലാവരും നല്ല സംഭാവനകൾ തരണം. അല്ലാഹു തആല നമ്മുടെ മജ്ലിസ് ദുആക്കുത്തരമുള്ള മജ്ലിസാക്കട്ടെ. ഇലാ ഹദറത്തിൻ നബി സയ്യിദിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഇലാ അഹ്ലിൽ ഖൈരി കുല്ലിഹിം അജ്മഈൻ. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ആ ചെടി അങ്ങോട്ട് മാറ്റിയേച്ചവനെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ആമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. ഒരു 3 സ്വലാത്തുകളിട്ട് ദ്വാരക്കാം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലിം വസല്ലി അലാ ജമീഉൽ അംബിയാഇ വൽ മുർസലീൻ. അല്ലാഹു സലാം തകർ. ومن اقتدى بهديهم إلى يوم الدين. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيده. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحاب سيدنا ومولانا محمد. أرحم الراحمين يا رب. ഞങ്ങൾ ഓതിയതും പറഞ്ഞതും കേട്ടതും ഞങ്ങൾ സദഖ കൊടുത്തതും ഈ ഉർഗുസ് പരിപാടിയും എല്ലാം നീ കബൂൽ ചെയ്യണം റഹ്മാനെ. അല്ലാഹുവേ, അതെല്ലാം നിന്റെ പൊരുത്തത്തിലാക്കണം റഹ്മാനെ. ആര് ഈ മഹത്തായ സംരംഭത്തിന് സഹായിച്ചവരുണ്ടോ സഹകരിച്ചവരുണ്ടോ നീ അവർക്ക് ഖൈറും ബർക്കത്തും ഏറ്റി കൊടുക്കണം റഹ്മാനെ. അർഹമർ റഹീമീനായ റബ്ബേ, സാധുക്കളായ ഞങ്ങളുടെ എല്ലാ അമലുകളും നീ കബൂൽ ചെയ്യണം റഹ്മാനെ. ഞങ്ങളിൽ ആർക്ക് എന്ത് ഖൈറായ ഉദ്ദേശങ്ങളുണ്ടോ നീ നിറവേറ്റി തരണം റഹ്മാനെ. സിറാജുൽ ഹുദയിലേക്ക് നേർച്ച ചെയ്ത്
ചില കാര്യങ്ങൾ ശരിയാകാൻ വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്. നീ അത് എളുപ്പമാക്കി കൊടുക്കണം റഹ്മാനെ. എല്ലാ കേസുകളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും നീ സംരക്ഷിക്കണം റഹ്മാനെ. വിദേശത്തുള്ളവർക്കും നാട്ടിലുള്ളവർക്കും ഖൈറിൻ്റെ വാതിലുകൾ തുറക്കണം റഹ്മാനെ. ജോലിയിലുള്ള പ്രശ്നങ്ങൾ നീ പരിഹരിച്ചു കൊടുക്കണം റഹ്മാനെ. നീ പരിഹരിച്ചു കൊടുക്കണം റഹ്മാനെ. ബിസിനസ്സുകളിലുള്ള പ്രശ്നങ്ങളും പരിഹരിക്കണം റഹ്മാനെ. ആർക്കെന്ത് രോഗമുണ്ടോ, ചെറുതോ വലുതോ, ഏത് രോഗമുണ്ടെങ്കിലും നീ ശിഫയാക്കണം റഹ്മാനെ. ഞങ്ങളുടെ പ്രിയപ്പെട്ട അബ്ബാസ് ഹാജിക്ക് പരിപൂർണ ശിഫ നൽകണം റഹ്മാനെ. ഞങ്ങളിൽ ആരെന്ത് രോഗമുള്ളവരുണ്ടോ, അപകടം പറ്റിക്കിടക്കുന്നവരുണ്ടോ, നീ പരിപൂർണ സലാമത്ത് നൽകണം റഹ്മാനെ. എല്ലാ അപകടങ്ങളിൽ നിന്നും അവരെയും ഞങ്ങളെയും സർവ്വ മോമിനീങ്ങളെയും നീ രക്ഷപ്പെടുത്തണം റഹ്മാനെ. ഈ നാട്ടിലും ഈ പ്രദേശത്തും എല്ലാ ഖൈറും വർദ്ധിപ്പിക്കണം റഹ്മാനെ. صلى على سيدنا محمد طب القلوب وضواحي عافية الأبدان അർഹമർറാഹിമീനായ റബ്ബേ, അദ്ദേഹത്തിൻ്റെ കൈവിരലിൻ്റെ രോഗം നീ സുഖപ്പെടുത്തണം റഹ്മാനെ. അതുപോലെ ആർക്ക് എന്ത് ചെറുത് വലുത് രോഗമുണ്ടോ നീ ശിഫയാക്കണം റഹ്മാനെ. അർഹമർറാഹിമീനായ റബ്ബേ, ഗർഭിണികൾക്ക് സുഖപ്രസവത്തിൽ ഖൈറായ മക്കളെ നൽകണം റഹ്മാനെ. മക്കളില്ലാത്തവർക്ക് ഖൈറായ മക്കളെ കൊടുക്കണം റഹ്മാനെ. ആൺകുട്ടികൾ വേണ്ടവരുണ്ട്, പെൺകുട്ടികൾ വേണ്ടവരുണ്ട്, നീ കൊടുക്കണം റഹ്മാനെ. ഏത് ഖൈറായ ഉദ്ദേശങ്ങളുണ്ടോ നീ നിറവേറ്റണം റഹ്മാനെ. അർഹമുർറാഹിമീനായ റബ്ബേ, വീടില്ലാതെ വിഷമിക്കുന്നവരുണ്ട്, അവർക്ക് ഖൈറായ വീട് എളുപ്പമാക്കണം റഹ്മാനെ. പലതും വിറ്റ് കിട്ടേണ്ടവരുണ്ട്, വാങ്ങിക്കിട്ടേണ്ടവരുണ്ട്, നീ എളുപ്പമാക്കണം റഹ്മാനെ. അല്ലാഹുവേ, കടത്തിൽ വലഞ്ഞവരുണ്ട്, എല്ലാ കടങ്ങളും നീ ഏറ്റെടുത്ത് വീട്ടിൽ തരണം റഹ്മാനെ. അർഹമുർറാഹിമീനായ റബ്ബേ, വിവാഹം ഉദ്ദേശിക്കുന്നവരുണ്ട്, അവർക്ക് ഖൈറായ ഇണകളെ നൽകണം റഹ്മാനെ. പഠിക്കുന്ന കുട്ടികളുണ്ട്, അവർക്ക് നാഫിആയ ഇൽമിനെ ഞങ്ങൾക്കും നീ വർദ്ധിപ്പിക്കണം റഹ്മാനെ. നാഫിആയ ഇൽമിനെ വർദ്ധിപ്പിക്കണം റഹ്മാനെ. ഞങ്ങളെ സർവ്വ മക്കളെയും നന്നാക്കി തരണം റഹ്മാനെ. ഞങ്ങളെയും ഞങ്ങളെ ഭാര്യമാരെയും കുടുംബങ്ങളെയും നന്നാക്കി തരണം റഹ്മാനെ. ഞങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാവരെയും ദുനിയാവിലും ആഖിറത്തിലും വിജയിക്കുന്നവരിൽ പെടുത്തി തരണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളിൽ ആർക്ക് എന്ത് പ്രശ്നങ്ങളുണ്ടോ, ഏത് സിഹറോ, ഏത് ഐനോ, ഏത് ശൈത്താനോ, ഏത് ഹാസിദിൻ്റെ ഹസദോ, അക്രമിയുടെ ദുൽമോ, എന്ത് പ്രശ്നം പ്രയാസങ്ങൾ ആര് നേരിടുന്നുണ്ടോ അത് മുഴുവനും നീ തന്നെ നിഷ്ഫലമാക്കണം റഹ്മാനേ. അർഹമുർറാഹിമീനായ റബ്ബേ, ഏത് സാഹിരീകളെ സിഹറുണ്ടോ, ഏത് ഐനീകളെ ഐനുണ്ടോ, ഏത് ഷെറുകൾ ഞങ്ങളിൽ ആർക്ക് എന്ത് ഷെറുകളുണ്ടോ, ഏത് ശൈത്താൻ്റെ ഷെറുണ്ടോ, ഏത് അസൂയക്കാരുടെ ഷെറുണ്ടോ, ഷെറുള്ളവരുടെ ഷെറെല്ലാം നീ നീക്കിത്തരണം റഹ്മാനെ. അല്ലാഹുവേ, മറ്റൊരാൾക്ക് ഷെറ് ചെയ്യാതെ തഖ്വയോടെ ജീവിക്കാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം തരണം റഹ്മാനെ. കിബർ, ഉജ്ബ്, റിയാ, ഹസദ്, അമല്, ഹിർസ്, ബിദ്അത്ത്, ശഹ്വത്ത്, ഗളബ് തുടങ്ങിയ എല്ലാ രോഗങ്ങളിൽ നിന്നും ഞങ്ങളെ ഖൽബ് ശുദ്ധിയാക്കി തരണം റഹ്മാനെ. കൃത്യമായി ഖുശൂഅോടെ നിസ്കരിക്കാൻ ഭാഗ്യം തരണം റഹ്മാനെ. സർവ്വ നല്ല കാര്യങ്ങൾക്കും നീ എളുപ്പം ചെയ്യണം റഹ്മാനെ. സർവ്വ ഹറാമുകളിൽ നിന്നും ഞങ്ങളെ നീ തട്ടിത്തിരിക്കണം റഹ്മാനെ. റബ്ബേ, ജീവിച്ച കാലങ്ങൾ, ആ കാലങ്ങളിൽ ഞങ്ങളെ ജീവിതത്തിൽ ചെയ്ത ഏത് നല്ല കാര്യമുണ്ടോ, അതിനെന്ത് ന്യൂനതയുണ്ടോ നീ പരിഹരിച്ച് നീ കബൂൽ ചെയ്യണം റഹ്മാനെ. ഞങ്ങളെ കഴിഞ്ഞുപോയ ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ മറന്നോ മനഃപൂർവമോ നീ കൽപ്പിച്ചത് എന്താണോ ഒഴിഞ്ഞുപോയത്, നീ വിരോധിച്ചത് എന്താണോ സംഭവിച്ചു പോയത്, നിന്നോട് ചെയ്ത തെറ്റുകളും നിന്റെ സൃഷ്ടികളോട് ചെയ്ത തെറ്റുകളും ഏത് ജീവികളോട് ചെയ്ത തെറ്റാണെങ്കിലും മാപ്പാക്കി തരണം റഹ്മാനേ. അതിൻ്റെ പേരിൽ ഹിസാബെടുത്ത് ശിക്ഷിക്കരുത് റഹ്മാനേ. ചെയ്ത തെറ്റുകളെ പേരിൽ ശിക്ഷിക്കരുത് റഹ്മാനേ. ഞങ്ങൾ പാവപ്പെട്ട അടിമകളാണ്, നീ ഞങ്ങളെ ഉടമസ്ഥനാണ്. നീ എത്രയോ പാപികൾക്ക് പുറത്തു കൊടുക്കുന്നവനാണ്, മാപ്പ് കൊടുക്കുന്നവനാണ്. നിനക്ക് ഗഫൂർ എന്നൊരു പേരുണ്ടല്ലോ, ഗഫാർ എന്ന് വിളിക്കാറുണ്ടല്ലോ, കരീം, ജവാദ്, അഫ്വ്, ഇങ്ങനെയെല്ലാം നിനക്ക് വലിയ ഉന്നതമായ പേരുകളുണ്ടല്ലോ റബ്ബേ.
മാപ്പാക്കി രക്ഷപ്പെടുത്തി തരണം റഹ്മാനെ. ഞങ്ങളെ ആഖിറം രക്ഷപ്പെടുത്തി തരണം റഹ്മാനെ. ആഖിബത്ത് നന്നാക്കി തരണം റഹ്മാനെ. ദുനിയാവിലും ആഖിറത്തിലും നീ ശിക്ഷിക്കരുത് റഹ്മാനെ. അല്ലാഹുവേ, വെള്ളം തരുന്നവൻ നീയാണ്, ഭക്ഷണം തരുന്നവനും നീയാണ്, വായു തരുന്നവനും നീയാണ്, എല്ലാം നൽകുന്നവൻ നീയാണ്. നീ ഞങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക്, ഞങ്ങൾക്ക് ഏത് സ്ഥലത്താണെങ്കിലും ആവശ്യമുള്ള മഴ തരണം റഹ്മാനെ. ഞങ്ങൾക്ക് ആവശ്യമുള്ള വെള്ളം തരണം റഹ്മാനെ. നിന്റെ കാരുണ്യമില്ലെങ്കിൽ ഞങ്ങൾ ദുനിയാവിലും ആഖിറത്തിലും പരാജിതരാണ് റഹ്മാനെ. ഞങ്ങൾക്ക് നീ ഖൈറായ മഴ തരണം റഹ്മാനെ. അല്ലാഹുവേ, ഇവിടെയുള്ള ഈ ചെറിയ ചൂട് ഞങ്ങളെ കൊണ്ട് സഹിക്കാൻ കഴിയുന്നില്ല. എന്നാൽ 10-15 കോടി കിലോമീറ്റർ അകലെയുള്ള സൂര്യന്റെ ചൂട് സഹിക്കാൻ കഴിയാത്ത ഞങ്ങൾ സൂര്യൻ വളരെ അടുത്ത് നീ ഉദിപ്പിക്കുന്നതിന്റെ കോടതി ഞങ്ങളെ രക്ഷപ്പെടുത്തണം റഹ്മാനെ. അർശിന്റെ തണല് തരണം റഹ്മാനെ. ഞങ്ങളെല്ലാവരെയും നിന്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണം റഹ്മാനെ. അല്ലാഹുവേ, ജീവിക്കുന്ന കാലത്തോളം ഇസ്സത്തോടെ ആഫിയത്തോടെ തഖ്വയോടെ ജീവിപ്പിച്ച് അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലി ആഖിബത്ത് നന്നാക്കി മരിപ്പിക്കണം റഹ്മാനെ. ഞങ്ങൾ ഖുർആനിൽ ഓതിയതിന്റെ പ്രതിഫലം പോലെ ഇവിടെ മറവ് ചെയ്യപ്പെട്ടവരുടെയും ഞങ്ങളെ ഉമ്മബാപ്പമാരും പാപ്പമാരും ഉമ്മാമമാർ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് മരിച്ചുപോയവർ, ഞങ്ങളെ ഉസ്താദുമാര് ശിഷ്യന്മാര് സ്നേഹിച്ച ജനങ്ങളിൽ നിന്ന് മരിച്ചുപോയവർ, ഞങ്ങളെ സ്ഥാപനങ്ങളെയും സംഘടനകളെയും സംരംഭങ്ങളെയും പള്ളി മദ്രസകളെയും ഒക്കെ സഹായിച്ചവർ, അവരിൽ നിന്ന് മരിച്ചുപോയവർ, ഞങ്ങളെ സദസ്സിൽ വന്ന് ഇരുന്ന് ഇൽമ് കേട്ടവരിൽ നിന്ന് മരിച്ചുപോയവർ, ഞങ്ങളെ സ്നേഹിച്ചു ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളില്ലാത്ത സമയത്ത് ഞങ്ങളെ ദുനിയാവും ആഖിറവും വിജയിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്തവർ, അങ്ങനെ മരിച്ചുപോയ ആരുണ്ടോ അവരുടെ എല്ലാം ഖബറിൽ ഞങ്ങൾ ഓതിയതിന്റെ പ്രതിഫലം പോലെ നീ എത്തിക്കണം റഹ്മാനേ. അവരെയും ഞങ്ങളെയും നീ സ്വർഗത്തിൽ ഒരുമിച്ചൂട്ടണം റഹ്മാനേ. നല്ല ഒരു ദിവസം, നല്ല ഒരു സമയം, നല്ലവരും നല്ലതുമായും ബന്ധപ്പെടുന്നതിനിടയിൽ ഏറ്റവും നല്ല കലിമ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആ കലിമ ചൊല്ലി ആഖിബത്ത് നന്നാക്കി നിന്റെ സ്വർഗത്തിന്റെ ചിത്രം കണ്ട് സന്തോഷത്തോടെ പിരിയാൻ നീ ഭാഗ്യം തരണം റഹ്മാനേ. ആഖിബത്ത് നന്നാക്കി തരണം റഹ്മാനേ. ആഖിബത്ത് നന്നാക്കി തരണം റഹ്മാനേ. അതിന് എന്തെങ്കിലും അപകടം വരുന്ന ഒരു ചിന്തയും ഒരു യുക്തിവാദവും നിരീശ്വരവാദവും ഒരു പുത്തൻവാദവും ഒരു ബിദഅത്തും ഒരു തെറ്റായ ആശയങ്ങളും ഞങ്ങളെ ഖൽബിൽ തന്നേ കരുതു റഹ്മാനേ. കിബറും ഉജ്ബും റിയാവും ഹസദും തന്നേ കരുതു റഹ്മാനേ. ഞങ്ങൾക്ക് ആഖിബത്ത് നന്നായി മരിക്കാൻ ആവശ്യമായ ചിന്തകളും പ്രവർത്തനങ്ങളും ജീവിതത്തിൽ കൊണ്ടുവരാൻ യജമാനനായ നീ ഞങ്ങൾക്ക് തൗഫീഖ് തരണം റഹ്മാനേ. ഞങ്ങളെ ഈ മജ്ലിസ് അവസാനത്തെ മജ്ലിസ് ആക്കരുത് റഹ്മാനേ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين.
എല്ലാവരോടും ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.